ظلمت سنة من أحيا الظلام إلى أن اشتكت قدماه الضر من ورمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم واعلموا أمة سيدنا ومولانا محمد اللهم صل وسلم وبارك عليه. സർവാദരണീയരായ പണ്ഡിതന്മാരെ, പ്രാസ്ഥാനിക നേതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാൻ, അതിലേറ്റവും ശ്രദ്ധേയമായ അതിൻ്റെ അവസാന ഭാഗത്തുള്ള വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന വചനങ്ങളാണ് നമ്മൾ ഇക്കൊല്ലത്തെ ദശദിന പ്രഭാഷണത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. അടിമക്കഹങ്കാരമോ, വിവരം കെട്ടവനോടെങ്ങനെ പ്രതികരിക്കണം, രണ്ട് തലക്കെട്ടുകളിലായി ഇന്നലെയും മിനിയാന്നും നമ്മൾ പ്രഭാഷണം നടത്തിയപ്പം ഇന്ന് പുതിയ ഒരു തലക്കെട്ടിൽ അള്ളാഹുവിൻ്റെ അടിമകൾക്കുണ്ടായിരിക്കേണ്ട വിശിഷ്ടമായ 12 ഗുണങ്ങളിൽ മൂന്നാമത്തെ ഗുണം പാതിരാവിൽ പടച്ചവനോടൊപ്പം എന്ന തലക്കെട്ടിൽ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. ഇന്നലെയും മിനിയാന്നും ചർച്ച ചെയ്തത് എന്താണ്? എല്ലാവർക്കും അറിയാം. ഇന്നലെയും മിനിയാന്നും ചർച്ച ചെയ്തിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അള്ളാഹുവിൻ്റെ അടിമകളുടെ പകൽ സമയങ്ങളിലെ പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് വിലയിരുത്തുകയാണ് ചെയ്തത്. അവർ പകൽ സമയങ്ങളിൽ ജനങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോൾ, അവരോട് പെരുമാറുമ്പം അവരാരെയും ദ്രോഹിക്കില്ല. ഒതുങ്ങി വളരെ അടക്കത്തോടെയും വിനയത്തോടെയും ഞാൻ അള്ളാഹുവിൻ്റെ അടിമകളിൽപ്പെട്ട ഒരടിമയാണ് എന്ന ബോധത്തോടെ ജീവിച്ച് മറ്റാരെങ്കിലും ഇങ്ങോട്ടവരുടെ മേക്കിട്ട് കയറാൻ വന്നാൽ അവർക്ക് ഭംഗിയായ രൂപത്തിൽ മാപ്പ് കൊടുത്ത് വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ, അവരുടെ പാട്ടിന് വിട്ടയക്കുന്ന രീതി. ആരോടും ഏറ്റുമുട്ടാനില്ല. ഇങ്ങോട്ട് ഏറ്റുമുട്ടാൻ വരുന്നവനെ അവൻ്റെ ഷർറിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി അവനെ ഒഴിച്ചു മാറ്റി ഇയാളുടെ വഴിക്ക് മുന്നോട്ട് പോകും. ഇത് പകൽ സമയത്തുള്ള സ്വഭാവമാണ്. പകൽ സമയത്ത് ഈ മനുഷ്യൻ ഇങ്ങനെയാണെങ്കിൽ ഇയാളുടെ രാത്രി എങ്ങനെയാണ്? രാത്രി സമയത്ത് അയാളുടെ സ്വഭാവം എന്താണ്? വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. രാത്രികാലങ്ങളിൽ അവരുടെ രക്ഷിതാവിന് വേണ്ടി സാഷ്ടാംഗം നമിച്ച് റബ്ബിന്റെ മുമ്പിൽ വളരെ അദബോടെ
കയ്യും കെട്ടി നിന്ന് പ്രാർത്ഥിക്കുന്നവരാണവർ, നിസ്കരിക്കുന്നവരാണവർ. നിശാനിസ്കാരത്തിൽ, രാത്രി നിസ്കാരത്തിൽ, സ്വലാത്തുൽ ലൈലിൽ അവർ സജീവമാണ്. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. രാത്രികാലങ്ങളിൽ അല്പം നിസ്കരിക്കുന്ന സ്വഭാവമുണ്ടാകും അള്ളാഹുവിൻ്റെ അടിമകൾക്ക്. ഈ പറഞ്ഞത് 5 നേരത്തെ ഫർള് നിസ്കാരമാണോ? അല്ല. മഹാന്മാര് പറഞ്ഞു, ളുഹുറും അസ്റും മഗ്രിബും ഇശാഉം സുബ്ഹും മാത്രം നിസ്കരിക്കുന്നവനെ പറ്റി അവൻ രാത്രിയിൽ മഗ്രിബും ഇശാഉം നിസ്കരിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ എന്നതിൽ ഈ രാത്രി മഗ്രിബും ഇശാഉം മാത്രം നിസ്കരിച്ചവന് ഇടമുണ്ടെന്ന് ഒരു ഖുർആൻ വ്യാഖ്യാതാവും പറയുന്നില്ല, ഒരു മുഫസ്സിർ പോലും പറയുന്നില്ല. കാരണം എന്താ? അളന്നു മുറിച്ച ഫർളായ നിസ്കാരങ്ങളെ കൊണ്ട് വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ എന്ന് പറയാൻ വകുപ്പില്ല. അത് രാത്രികാലങ്ങളിൽ എഴുന്നേറ്റ് വിശാലമായി നിസ്കരിക്കുന്നവർക്ക് കൊടുക്കേണ്ട വാക്കാണ്, അവർക്ക് കൊടുക്കേണ്ട അംഗീകാരമാണ്, അവരുടെ ടൈറ്റലാണത്. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. അപ്പോൾ രാത്രി മാത്രം നിസ്കരിച്ച് ളുഹുറും അസ്റും സുബഹിയും ഒക്കെ നഷ്ടപ്പെടുത്തിയാലോ അവർ ഈ പട്ടികയിൽ ഉൾപ്പെടുമോ? മഹാന്മാർ പറഞ്ഞു പെടില്ല. കാരണം എന്താ? രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാനും അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ മറ്റു സുന്നത്തുകൾ അധികരിപ്പിക്കാനും തിടുക്കം കൂട്ടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് ഒരു ഫർള് നഷ്ടപ്പെട്ടു പോകുന്നത്, ഒരു ഫർള് നഷ്ടപ്പെട്ടു പോകുന്നത് പോയിട്ട് ഒരു ഫർള് ഖളാ ആകുക പോലുമില്ല. അത്തരം ആളുകൾക്കൊന്നും രാത്രി സമയത്ത് നിസ്കാരത്തിൽ സജീവമാകാൻ കഴിയില്ല, ആ തൗഫീഖ് അവർക്ക് ലഭിക്കില്ല. അപ്പോൾ ഫർള് നിസ്കരിക്കുന്നവനെ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ എന്നതിൽ ഇടമുള്ളൂ. ഫർള് നിസ്കരിക്കുന്നവന് മാത്രം ആ വാക്കിനകത്ത് ഇടവുമില്ല. അവിടെയാണ് പ്രത്യേകത. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. ഇനിയിപ്പം നമുക്ക് ഈ പട്ടികയിൽ പെടാൻ വല്ല മാർഗവുമുണ്ടോ എന്ന് പരിശോധിക്കണം. അതിലേക്ക് വരാം. അതിൻ്റെ മുമ്പ് വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയപ്പം രാത്രികാലങ്ങളിൽ അവർ നിസ്കരിക്കുന്നവരാണ്, രാത്രികാലങ്ങളിൽ സുജൂദിലും ഖിയാമിലും കഴിഞ്ഞുകൂടുന്നവരാണ്. ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, സുജ്ജദൻ വഖിയാമാ, സുജൂദിലും ഖിയാമിലും കഴിഞ്ഞുകൂടുന്നവരാണ്. എന്തേ ഇങ്ങനെ പ്രയോഗിച്ചു? ശരിക്ക് നിസ്കാരത്തിൽ നമ്മൾ സാധാരണ എണ്ണി വരുമ്പോൾ ഖിയാമ് എന്ന ഒരു ഫർള് തുടക്കത്തിൽ തന്നെ എണ്ണലാണ്, അല്ലേ? നിയ്യത്തും തക്ബീറത്തുൽ ഇഹ്റാമും കഴിഞ്ഞാൽ പിന്നെ ഖിയാം എണ്ണും. നിൽക്കുക എന്ന ഒരു കർമ്മം, നിൽക്കുക എന്ന പണി നിസ്കാരത്തിൽ തുടക്കത്തിലേ ഉണ്ട്. സുജൂദ് കുറെ കഴിഞ്ഞിട്ടാ വരുന്നത്. പക്ഷേ ഖുർആനിൽ ഇവിടെ പ്രയോഗിച്ചപ്പം സുജ്ജദൻ വഖിയാമ, ഖിയാമം വസുജ്ജദ എന്നല്ല വിശുദ്ധ ഖുർആൻ സംസാരിച്ചത്. സുജ്ജദൻ വഖിയാമ. നിസ്കാരത്തിൽ ഖിയാമ് മുമ്പിലാണെങ്കിലും നിസ്കാരത്തിൽ ഏറ്റവും ആകർഷകമായ പാർട്ട്, നിസ്കാരത്തിന്റെ ഭാഗങ്ങളിൽ ഏറ്റവും ആകർഷകമായ പാർട്ട് അത് സുജൂദാണെന്നതിലേക്കുള്ള സൂചനയാണിത്. അത് സുജൂദാണെന്നതിലേക്കുള്ള സൂചനയാണിത്. പലരും പല രൂപത്തിൽ അതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്.
ആയത്തുകളുടെ വഖഫുകൾ ഒരേ അക്ഷരത്തിൽ അവസാനിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞവരുണ്ട്. അതിന് മുമ്പ് നമ്മൾ ഖാലൂ സലാന്ന് പറഞ്ഞു. അത് ശരിയാണ്. എന്തുകൊണ്ട്? അത് തെറ്റാവണമെങ്കിൽ ആ സൗന്ദര്യം ഇതുകൊണ്ട് കിട്ടാതെ പോകണം. ഈ സൗന്ദര്യം കിട്ടിയത് കൊണ്ട് അപ്പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇസ്മാഈലുൽ ഹഖി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് മാത്രമല്ല, സുജൂദ് കൂടുതൽ ശ്രദ്ധേയമാണ്. നിസ്കാരത്തിൽ ഒരടിമ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ വിനയം കാണിക്കുന്നത് സുജൂദിലാണ്. അഖ്റബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദ്. സദഖ റസൂലുള്ളാഹി. നബിതങ്ങൾ പറയുന്നു, ഒരടിമ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം നിസ്കാരത്തിലെ സുജൂദിൽ കിടക്കുമ്പോഴാണ്. 7 അവയവങ്ങൾ പലപ്പോഴും നമ്മൾ കാണാറുള്ളത്, പത്രങ്ങളിൽ ഫോട്ടോ വരാറുള്ളത്. നിസ്കാരത്തിൽ ഏറ്റവും ആകർഷകമായ ഭാഗമാണത്. അതുകൊണ്ട് തന്നെയാണ് സത്യനിഷേധികൾക്ക് സുജൂദ് ചെയ്യാനായിരുന്നു ഏറ്റവും വെറുപ്പ്. അബൂജഹൽ പറഞ്ഞില്ലേ, മുഹമ്മദ് പറയുന്നതൊക്കെ ഉൾക്കൊള്ളാം, പക്ഷേ ഈ സുന്ദരമായ മണ്ണിൽ കുത്തിക്കിടക്കുന്ന ഒരു ആരാധന മുഹമ്മദ് സമർപ്പിക്കുന്നുണ്ട് റബ്ബിന്റെ മുമ്പിലാണെന്ന് പറഞ്ഞ് മുഖം മണ്ണിൽ കുത്തിക്കിടക്കണമെന്ന് സമ്മതിച്ചൂടാ. മുഖം മണ്ണിൽ കുത്തിക്കിടക്കുന്ന ആ ഒരു രീതി മാത്രമാണ് മുഹമ്മദിന്റെ നിസ്കാരത്തിൽ എനിക്ക് തീരെ ദഹിക്കാത്തത്. അബൂജഹൽ പറഞ്ഞപ്പം എന്തുകൊണ്ടാണത് എന്ന് ചോദിച്ചപ്പോൾ അബൂജഹൽ മറുപടി പറഞ്ഞത്, ലാ അഫ്അലുഹാ അബദാ ലിഅന്നീ ലാ ഉഹിബ്ബു അൻ തഅലുവ റഅസീ ഇസ്തി. ദാ മറുപടി പറഞ്ഞത്. എന്തുകൊണ്ടാണത് പറ്റാത്തത്? എനിക്കെന്തുകൊണ്ടത് പറ്റില്ല? കാരണം പറഞ്ഞു, ലാ ഉഹിബ്ബു അൻ തഅലുവ റഅസീ ഇസ്തി. ലാ ഉഹിബ്ബു അൻ തഅലുവ റഅസീ ഇസ്തി. എൻ്റെ തല, ആ തലയേക്കാൾ, മുഖത്തിനേക്കാൾ എൻ്റെ പിൻഭാഗം ഉയരുക എന്നത് എനിക്ക് ഓർക്കാൻ വയ്യ. ഇതാണ് കാരണം പറഞ്ഞത്. അതുകൊണ്ട് നിസ്കാരത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരടിമ ഉടമയുടെ മുമ്പിൽ അടിമത്തം കാണിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല പ്രകടമായ ഒരു ഉദാഹരണമാണ്, ഒരു പ്രവർത്തനമാണ് സുജൂദ്. അതുകൊണ്ടാണ് ആദ്യം സുജൂദ് പരാമർശിച്ചത്. നിസ്കരിക്കുകയാണ് എന്ന് വേഗം തോന്നുന്ന ഒരു പണിയാണ് സുജൂദ്. അതാണ്. അപ്പം അള്ളാഹുവിന് രാത്രി സമയങ്ങളിൽ, രാത്രി മുഴുവനായിട്ടോ അല്ലെങ്കിൽ രാത്രി ഭാഗികമായിട്ടുണ്ടായ എന്നാലും യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ എന്ന് പറയാം. രാത്രി മുഴുവനും നിസ്കരിച്ച് തീങ്ങാതെ ശരീരത്തെ ദ്രോഹിക്കാൻ പാടില്ലെന്നല്ലേ? എന്തെങ്കിലുമൊക്കെ ഒരു ദിവസമാവാം, എപ്പോഴെങ്കിലുമൊക്കെ ആവാം. പിന്നെ അതുപോലെ ഉയർന്ന ദറജയിലേക്ക് എത്തിയ ആളുകൾക്കാവാം. സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ ആരോഗ്യത്തെ ക്ഷീണിപ്പിക്കും വിധം രാത്രി തീരെ ഉറങ്ങാതെ മുഴുവനും നിസ്കാരാക്കാൻ പറ്റുമോ? പറ്റില്ല, അത് നടക്കില്ല. പിന്നെ ഈ പ്രത്യേകം എടുത്തു പരാമർശം ചെയ്തു. എന്നാലും മൊത്തം നിസ്കരിക്കണം എന്ന സൽഗുണം വിശദീകരിക്കുന്നിടത്ത് രാത്രി നിസ്കാരത്തിന് ഇത്ര വലിയ പ്രാധാന്യം എന്താണ്? രാത്രി നിസ്കാരത്തിന്റെ പ്രാധാന്യം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീല. അതാണ് രാത്രി നിസ്കാരത്തിന്റെ പ്രാധാന്യം. രാത്രി
സംഭവിക്കുന്ന ഏതൊരാരാധനയും ഇന്നനാശിഅത്തല്ലൈൽ, രാത്രി ഉത്ഭൂതമാകുന്ന, ഉണ്ടാകുന്ന, സംഭവിക്കുന്ന ഏതൊരാരാധനയും ഹിയ അശദ്ദു വത്ആ, അതിനെ സ്വാധീനം കൂടുതലാണ്. ഹിയ അശദ്ദു വത്ആ, അതിന് സ്വാധീനം കൂടുതലാണ്. വ അഖ്വമു ഖീലാ, മനസ്സറിയാതെയുള്ള അധരവ്യായാമമായിരിക്കില്ല അതിലെ മന്ത്രങ്ങൾ. നട്ടപ്പാതിരാക്ക് എഴുന്നേറ്റിട്ട് യാ റബ്ബ് എന്നൊരു വിളി വിളിച്ചാൽ അത് ശരിക്കും അർശിൽ ഇങ്ങനെ മുട്ടിയതുപോലെ അവന് തന്നെ തോന്നും. അവന്റെ മനസ്സിൽ ശരിക്കത് പ്രതിധ്വനിക്കും. രാത്രി 1 റക്അത്ത് നിസ്കരിച്ചാൽ, പകല് 100 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ആ ഒരു ആത്മസംതൃപ്തി ആ മനുഷ്യന് ലഭിക്കില്ല. എന്താണ് അതിന് കാരണം? ഇന്നനാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വ അഖ്വമു ഖീലാ. സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രാത്രി നിസ്കരിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചതിന്റെ തൊട്ടുപിറകിൽ പറഞ്ഞ ആയത്താണ് ഇന്നനാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വ അഖ്വമു ഖീലാ. ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഞാൻ കടന്നു വരുന്നുണ്ട്. ആ രാത്രി നിസ്കാരത്തിന് മുത്തുനബിയെ പ്രേരിപ്പിച്ച ഭാഗം, മുത്തുനബി രാത്രിയിൽ നിസ്കരിച്ചത് ഒക്കെ കേട്ടിട്ട് നമ്മുടെ മനസ്സിനൊരലിവ് കുടുങ്ങണം, ഒരു മാറ്റത്തിന് നമ്മൾ തയ്യാറാവണം. ഇവിടെ പറഞ്ഞു ഇന്നനാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വ അഖ്വമു ഖീലാ വ ഇന്ന ലക ഫിന്നഹാരി സബ്ഹൻ തവീല. പിന്നെ മറ്റൊരു സംഗതി, രാത്രിയിൽ വല്ലതും കുറച്ച് ചെയ്യണമെന്ന് പറയാൻ കാരണം ഇന്നലക ഫിന്നഹാരി സബ്ഹൻ തവീല, നേരം വെളുത്താൽ നിങ്ങൾക്ക് ഉപജീവന മാർഗം ഒപ്പിക്കാൻ വേണ്ടിയുള്ള പരക്കം പാച്ചിലുണ്ടാവും. ഇന്നലക ഫിന്നഹാരി സബ്ഹൻ തവീല, നേരം വെളുത്താൽ പിന്നെ സുദീർഘമായ ഓട്ടമാണ്. നേരം വെളുത്താൽ കച്ചവടത്തിന് പോകണം, ജോലിക്ക് പോകണം, ഓഫീസിൽ പോകണം, അല്ലെ? പണികൾ ഏറെയാണ്. തോട്ടത്തിൽ പോയി നോക്കണം. അങ്ങനെ സബ്ഹൻ തവീല, സുദീർഘമായ ഓട്ടമാണ്. നോക്കൂ, നിങ്ങൾ കടലിലൂടെ ഊളിയിട്ടോടുന്ന മത്സ്യങ്ങളോട് ഉദാഹരിക്കുന്ന വിധത്തിലാണ് അള്ളാഹു നേരം വെളുത്താൽ പുറത്തിറങ്ങിയിട്ട് ഓടുന്ന, തൽക്കാലം ഏതെങ്കിലും മടയിലും പൊത്തിലുമൊക്കെ കയറിയിരിക്കുന്ന മത്സ്യങ്ങൾ ഭക്ഷണം തേടി വെള്ളത്തിലൂടെ ഓടുന്ന, നീന്തുന്ന ആ നീന്തലിനോടാണ് മനുഷ്യൻ്റെ പരക്കം പാച്ചിലിനെ ഖുർആൻ ഉപമിച്ചത്. ഒന്നാലോചിച്ച് നോക്കാം, എത്ര നല്ല ഉപമയാണത്. ഇന്നലക ഫിന്നഹാരി സബ്ഹൻ തവീല. അപ്പോൾ രാത്രിയിൽ എന്തെങ്കിലും ഒരല്പം ചെയ്തേ പറ്റൂ. പിന്നെ രാത്രി സമയത്ത് ചെയ്യുന്ന ആരാധന അവനും അവൻ്റെ പടച്ചോനും മാത്രമാണ് അറിയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അള്ളാഹുവും നമ്മൾ മാത്രമാണ്. അതിൽ റിയാവ് കുറയും. പകൽ ആരെങ്കിലുമൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവന് ലോകമാന്യം വരും. ലോകമാന്യം എന്ന ദോഷം രാത്രികാല നിസ്കാരങ്ങളിൽ ഉണ്ടായിരിക്കുകയില്ല. അപ്പൊ ഈ ഗുണങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ എന്ന് പറഞ്ഞത്. യബീതൂൻ, രാത്രികാലങ്ങളിൽ അവർ പാർക്കുന്നവരാണ്. ആ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഒറ്റ കാര്യവും കൂടെ. യബീതൂൻ എന്ന് പറഞ്ഞാൽ രാപ്പാർക്കുക. അതിന് സാധാരണ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന ഒരർത്ഥമുണ്ട്. നല്ലോണം പുതച്ച് മൂടി ഉറങ്ങുക. അങ്ങനെയാണ് ബാത്ത. രാപ്പാർത്തു എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം അങ്ങനെയാണ് പറയാം. അങ്ങനെയല്ല, ബാത്ത എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ഉറങ്ങട്ടെ, ഉറങ്ങാതിരിക്കട്ടെ. ഉറങ്ങിയാലും പറയാം, ഉറങ്ങാഞ്ഞാലും പറയാം. യബീതൂൻ ഇവിടെ നിസ്കരിക്കുന്നവരെ പറ്റിയാ പറഞ്ഞത്. വല്ലദീന യബീതൂന
ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. സുബ്ഹാനല്ലാഹ്. ഇനി സുജ്ജദൻ വഖിയാമ എന്ന് പറഞ്ഞെടുത്ത് തന്നെ മറ്റൊരു മഹാന്റെ കാഴ്ചപ്പാട്. സുജ്ജദൻ വഖിയാമ എന്ന് രണ്ടെണ്ണം പറഞ്ഞത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സുജൂദിനേക്കാൾ ഖിയാമിന് പ്രാധാന്യമുണ്ടെന്ന്, ഖിയാമിനേക്കാൾ സുജൂദിന് പ്രാധാന്യമുണ്ടെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയല്ല. അതാ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ഉൾപ്പെടുത്താം. നേരത്തെ ഞാൻ പറഞ്ഞു, അതൊന്നും ഒപ്പം തന്നെ ഉദ്ദേശിക്കുന്നതിന് കുഴപ്പമില്ല. അതും ഇതും മറ്റേതും അതിൻ്റെ ഉദ്ദേശ്യാന്ന് പറഞ്ഞാൽ മതി. സുജ്ജദൻ വഖിയാമ എന്ന് പറയാൻ കാരണം, രാത്രികാലങ്ങളിൽ നിസ്കരിക്കുന്ന മനുഷ്യന്മാർ രണ്ട് രൂപത്തിലാണ് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് സുജൂദ് ചെയ്യുന്നവർ, മറ്റൊന്ന് ഖിയാമിലുള്ളവർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ രണ്ട് വിഭാഗമുണ്ട്. സുജൂദിന് കഴിയാത്തൊരു ടീമുണ്ട്, സുജൂദ് ചെയ്യാൻ കഴിയാത്തൊരു ടീമുണ്ട്. അശക്തരായ ആളുകളുണ്ടാകും. അവർ നിന്നുകൊണ്ടായിരിക്കും നിസ്കരിക്കുക, അവർ നിന്നുകൊണ്ടാണ് നിസ്കരിക്കുക. പക്ഷെ നമ്മളെ നാട്ടിലൊക്കെ വ്യാപകമായിട്ട് കാണുന്നൊരു സംഗതിയുണ്ട്, സുജൂദിന് പറ്റാത്തോലാണ് ഇരുന്ന് നിസ്കരിക്കുന്നത്. അത് നമ്മളെ നാട്ടിൽ കാണുന്ന ഒരു അന്തമില്ലാത്ത ഏർപ്പാടാണ്. വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് നടന്നു വന്നവൻ, വേണമെങ്കിൽ ഒരു കസേരയും തോളിൽ വെച്ച് വന്നവൻ, എന്നിട്ട് അയാൾ പള്ളിയിൽ വന്നിട്ട് ഇരുന്ന് നിസ്കരിക്കുക. ഇയാൾ പുരേന്ന് നടന്നു വന്നയാളാ. ഇയാൾക്ക് ഫാത്തിഹ ഓതുമ്പം നിൽക്കുന്നതിന്, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പം നിൽക്കുന്നതിനുള്ള തടസ്സം എന്താ? ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ പറഞ്ഞു, ഒരു സംഗതിക്ക് കഴിയില്ല എന്നതുകൊണ്ട്, ഒരു സംഗതിക്ക് കഴിയില്ല എന്നതുകൊണ്ട് മറ്റൊരു സംഗതി അത് ഒഴിഞ്ഞു കിട്ടുകയില്ല. കഴിയുന്നത് ഒഴിഞ്ഞു കിട്ടില്ല, കഴിയുന്നത് ഒഴിഞ്ഞു കിട്ടില്ല. അൽ മൈസൂറു ലാ യസ്ഖുതു ബി മഅസൂർ. ഒന്നിന് കഴിയില്ല എന്നുള്ളത് കൊണ്ട് കഴിയുന്നത് ഒഴിഞ്ഞു കിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇരിക്കാൻ കഴിയില്ല, എന്നാ നിൽക്കണം. സുജൂദിന് കഴിയില്ല, നിൽക്കണം. ഇയാൾക്ക് നിൽക്കാൻ കഴിയാത്ത കുഴപ്പമൊന്നുമില്ല, സുജൂദ് ചെയ്യാൻ കഴിയാത്ത കുഴപ്പമുള്ളൂ. അപ്പോൾ ഈ കസേര നിസ്കാരക്കാർ ഏറ്റവും ചുരുങ്ങിയത്, കസേര തീരെ ഇല്ലാതെ തന്നെ നിസ്കരിക്കാം എന്ന ഭാഷയാണ് ഫിഖ്ഹിന്റെ കിതാബുകൾ കൃത്യമായി നോക്കുമ്പോൾ നമുക്ക് കാണാം. നിസ്കരിക്കുക, റുക്കൂഇന്റെ സമയമാകുമ്പോൾ റുക്കൂഅ് ചെയ്യാൻ പറ്റുന്നത് പോലെ റുക്കൂഅ് ചെയ്യുക, അതിലേറെ കുറച്ചും കൂടെ വളഞ്ഞിട്ട് സുജൂദ് ചെയ്താൽ മതി. അങ്ങനെ തന്നെ നിസ്കാരം പൂർത്തിയാക്കാം. അങ്ങനെയാണ് അതിൽ ഒന്നാമത്തെ രൂപം പറയുന്നത്. പക്ഷേ അവിടെ സുജൂദിന്റെ ഒരു രൂപം നിസ്കാരത്തിന്റെ പരിപൂർണമായ രൂപമാണ്. നേരത്തെ പറഞ്ഞല്ലോ സുജ്ജദൻ വഖിയാമ. അതുകൊണ്ട് സുജൂദിന് കൂടുതൽ കുനിയാൻ പറ്റുമെന്ന് കാണുമ്പോൾ, നിസ്കരിക്കുമ്പോൾ ആദ്യം ഫാത്തിഹയും സൂറത്തുമൊക്കെ ഓതുമ്പോൾ നിന്നു, റുക്കൂഅ് നൃത്തത്തിൽ നിന്ന് തന്നെ ചെയ്തു. സുജൂദ് ഒന്നും കൂടെ കുനിയാൻ, ഭൂമിയിലേക്ക് എത്തില്ലെങ്കിലും ഒന്നും കൂടെ കുനിയാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അവിടെ ആ കസേരയിൽ ഒന്നിരുന്ന് ആ സുജൂദ് അങ്ങ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇങ്ങനെയാണ് ഈ വിഷയ സംബന്ധമായി ഒരു പണ്ഡിത ചർച്ചയിൽ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് ആധികാരികമായി അത് പറഞ്ഞു, അങ്ങനെ ചെയ്യാമെന്ന്. അത്രേ ചെയ്യാവൂ, അതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ ചെയ്യരുത്, അതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ ചെയ്യരുത്. അവിടെയൊക്കെ കുറേ റോങ്ങുകളാണ് പലരും ചെയ്യുന്നത്. അവിടെ തന്നെ സ്വഫ് ഒപ്പിക്കുന്ന സമയത്ത് കസേരയാണോ അതോ ഇവൻ്റെ കാലാണോ, ഏതാണ് സ്വഫിന് ഒപ്പിച്ചിടേണ്ടത്? അധിക ആളുകളും കാണുന്ന ഒരു കാഴ്ച, കസേര സ്വഫിനൊപ്പിച്ചിടും, എന്നിട്ട് ഇവൻ ഒരു രണ്ടാം ഇമാമിൻ്റെ ലുക്കിൽ, ഇവൻ ഒന്നാം സ്വഫിൽ എവിടെയെങ്കിലും ഉണ്ടാവും, രണ്ടാം ഇമാമിൻ്റെ ലുക്കിൽ. അങ്ങനെയല്ല വേണ്ടത്. സ്വഫൊപ്പിക്കേണ്ടത് നൃത്തത്തിലാണ്. സ്വഫൊപ്പിക്കേണ്ടത്, നമ്മളോട് സ്വഫൊപ്പിക്കാൻ ആവശ്യപ്പെട്ടത് നൃത്തത്തിലാണ്. അപ്പം നൃത്തത്തിൽ സ്വഫൊപ്പിക്കുക, അപ്പം കസേര ബാക്കോട്ട് ഇടണം. അപ്പോൾ പിന്നെ ഒരു ചോദ്യം, ബാക്കിലുള്ളവന് നിസ്കരിക്കാനോ? എത്രയോ പള്ളികളിൽ ഇടക്ക് തൂണ് വരാറുണ്ട്. അവിടെ എന്താ ചെയ്യൽ? ആ ഗ്യാപ്പങ്ങ് ഒഴിച്ചിട്ടല്ലേ, അങ്ങനെ ഒഴിച്ചിട്ടാളി. എന്നാലും ഈ ഒരു കോലക്കേട് വേണ്ട എന്നർത്ഥം. ഈ ഒരു കോലക്കേട് വേണ്ട, അതാ നല്ലത്.
ഞാൻ പറഞ്ഞു വരുന്നത് അത് കൂട്ടത്തില് മസ്അല പറഞ്ഞപ്പം ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ഒരു കൂട്ടർ സുജൂദിന് പറ്റാത്തവരുണ്ട്, വേറൊരു കൂട്ടർ ഖിയാമിന് പറ്റില്ല, അവർക്ക് തല ചുറ്റിപ്പോകും, നിന്നാൽ വീണുപോകും. ഇന്ന് ചെറിയ കാരണം കിട്ടിയാൽ മനുഷ്യർ ഇരിക്കുകയാണ്. ഞാൻ ഓർത്തു പോകുന്നു, ഈ നൃത്തം എന്ന് പറഞ്ഞത് പെട്ടെന്നങ്ങ് ഉപേക്ഷിക്കേണ്ടതല്ല. നിസ്കാരം എന്ന് പറയുന്നത് സുജ്ജദം വഖിയാമ, സുജൂദും ഖിയാമും കൂടെ കൂടിയത് തന്നെയാണ്. രണ്ടും നിസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. അതുകൊണ്ട് ആ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായത്. ഖിയാമ് നീളുന്നതാണോ സുജൂദ് നീളുന്നതാണോ കൂടുതൽ ഉത്തമം? ഒരു വിഭാഗം പറഞ്ഞു ഖിയാമ് നീളലാ നല്ലത്. ഖിയാമ് നീളുമ്പോൾ വിശുദ്ധ ഖുർആൻ പാരായണമാണ് വർദ്ധിക്കുന്നത്, സുജൂദ് നീളുമ്പോൾ തസ്ബീഹാണ് വർദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖിറാഅത്തുൽ ഖുർആനാണ് തസ്ബീഹിനേക്കാൾ അഫ്ളലായിട്ടുള്ളത്. അതേസമയം പണ്ഡിതന്മാരിൽ നിന്ന് തന്നെ ഒരു വിഭാഗം മറിച്ചും പറഞ്ഞു, അല്ല സുജൂദ് നീണ്ടോട്ടെ, സുജൂദ് നീളലാ നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് എനിക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗം പറഞ്ഞു തരണമെന്ന് പറയുമ്പം സുജൂദിനെ അധികരിപ്പിക്കാൻ മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് കാരണം പറയുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. വെറുതെ ഖിയാമങ്ങ് ഉപേക്ഷിക്കരുത്. നിസ്കാരം ശരിയാവില്ല. ഫർള് നിസ്കാരത്തിൽ ഇരുന്ന് നിസ്കരിച്ചാൽ നിൽക്കാൻ കഴിയുന്നവൻ കസേരയിൽ തുടക്കത്തിലേ ഇരിക്കാൻ പാടില്ല. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോഴും ഫാത്തിഹ ഓതുമ്പോഴും സൂറത്ത് ഓതുമ്പോഴും ഒക്കെ നിൽക്കട്ടെ. റുകൂഅ് ചെയ്ത് സുജൂദിന് വേണ്ടിയാവട്ടെ അയാൾ ഇരിക്കുന്നത്. പിന്നീട് അവന്റെ മുമ്പിൽ ഒരു സ്റ്റൂൾ അപ്പുറത്ത് വെച്ച് അയിമക്ക് സുജൂദ് ചെയ്യണോ വേണ്ടേന്ന് ആ ഒരു പ്രശ്നം കൂടെ പറഞ്ഞാൽ, അത് ചെയ്യണമെന്ന് മഹാന്മാർ പറഞ്ഞത് എപ്പോഴാണെന്നറിയോ? നെറ്റിത്തടം ഭൂമിയിൽ വെക്കണം. അത് വെക്കൽ അഫ്ളലാകുന്നത് അവന്റെ മുഖത്തിനേക്കാൾ പിൻഭാഗം ഉയരുന്നുണ്ടെങ്കിലാണ്. മുഖത്തേക്കാളേറെ പിൻഭാഗം ഉയരുന്നുണ്ടെങ്കിലാണ്. അങ്ങനെ ഉയരുന്നില്ല എങ്കിൽ, ആ രൂപത്തിൽ അവന് വളയാൻ പറ്റില്ലെങ്കിൽ പിന്നെ നെറ്റിത്തടം നിലത്ത് വെച്ചോളണമെന്നില്ല. കഴിയുമ്പോൾ അങ്ങോട്ട് ആഞ്ഞു കുനിഞ്ഞാൽ മതി മുന്നോട്ട്. അത്രേ വേണ്ടതുള്ളൂ. അതും കൂടെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തിയതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ വെറുതെ നഷ്ടപ്പെടുത്തരുത്. ചെറിയ കാരണത്തിന് ഞാനിത് പറയുമ്പോൾ ഓർത്തു പോവുകയാണ്. ബഹുമാനപ്പെട്ട അവേലത്ത് തങ്ങളുപ്പാപ്പ, അവരുടെ ഇക്കാക്ക, അവേലത്ത് വലിയ തങ്ങളുപ്പാപ്പ, അവര് അവസാന കാലഘട്ടത്തിൽ രോഗമായി കിടക്കുമ്പം മക്കള് രണ്ട് ഭാഗത്തുനിന്ന്, ഈ കക്ഷത്തിലും ഈ കക്ഷത്തിലും രണ്ട് മക്കൾ ഇങ്ങനെ താങ്ങിക്കൊടുക്കും. എന്നിട്ട് വിറച്ചാ നിസ്കരിച്ചിരുന്നത്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, അവരെ പരിശോധിച്ചുകൊണ്ടിരുന്ന ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ ചോദിച്ചു, തങ്ങളുപ്പാപ്പ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടണോ? ദീന് എളുപ്പമുള്ള മാർഗല്ലേ, ഇരുന്ന് നിസ്കരിച്ചാ പോരെ നിങ്ങൾക്ക്? അപ്പൊ എന്താ മറുപടി പറഞ്ഞത്? എൻ്റെ മക്കള് എനിക്ക് താങ്ങി തരൂല. നിങ്ങളെ നിസ്കരിക്കുമ്പോ താങ്ങിത്തന്ന് നിർത്താൻ ഞങ്ങൾക്ക് ആവൂല എന്ന് പറയുമ്പം ഒരാളെ താങ്ങി നിർത്താൻ പൈസ കൊടുത്താൽ ആളെ കിട്ടുമെങ്കിൽ താങ്ങി നിർത്തിയിട്ട് അവൻ നിസ്കരിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അപ്പൊ എൻ്റെ മക്കള് താങ്ങിത്തരാൻ റെഡിയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ അതിൽ ഇടപെടുന്നത്? അവരെ കിട്ടാതിരിക്കുകയോ താങ്ങിത്തരാൻ, ഇവരില്ല എന്ന് പറഞ്ഞാൽ താങ്ങിത്തരാൻ പറ്റുന്ന ഒരാളെ ഞാൻ കൂലിക്ക് വിളിക്കും. അതും ഇല്ലാത്തൊരു ഘട്ടം വരികയാണെങ്കിൽ അപ്പം ഞാൻ ഇരുന്നുണ്ട്. അതാണ് ദീന്. അവരൊക്കെ പോയ അവിടേക്ക് തന്നെ നമുക്കും പോകേണ്ടത്. ആർക്ക്? ചെറിയ പ്രശ്നങ്ങളുള്ളതിന് വളയാൻ, വളയാത്ത അധികം ആളുകൾ ആക്സിഡന്റിൽ പെട്ടവരും മറ്റുമൊക്കെയാണിത്. കാല് വളയും മടങ്ങൂല, വളയൂല, അങ്ങനെയുള്ള ആളുകളാണ് ഇത്തരം സംഗതികൾ ചെയ്യുന്നത്. ഇതിന് വേഗം വന്നിട്ട് അങ്ങോട്ട് ഇരുന്ന് നിസ്കരിച്ചൂല. ഇത് പറഞ്ഞാൽ തിരുത്തുന്ന ഒരു വിഭാഗമുണ്ട്, എന്നാ പറഞ്ഞാൽ തീരെ തിരുത്താത്തവരുമുണ്ട്. ഞാൻ ഈ നിസ്കാരം തുടങ്ങിയിട്ട് 10 കൊല്ലമായി ഒരു മൊയിലാരും എന്നോട് പറഞ്ഞിട്ടില്ല
ഇനിയിപ്പോൾ തൽക്കാലം നിങ്ങളായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളേലും വലിയവരൊക്കെ ഇവിടെ മുമ്പ് ഖത്തീബായി പോയിന്ന്. ഇതാ ന്യായം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ഇത്ര ശരിയാണ്. അഹങ്കാരിക്ക് വിവരം ഉണ്ടാവൂല. അഹങ്കാരിക്ക് വിവരം ഉണ്ടാവൂല. കിബറുണ്ടോ? പറഞ്ഞത് ഉൾക്കൊള്ളാൻ തയ്യാറാകൂല. അവൻ എന്നും അവന്റെ ജഹ്ലിൽ തന്നെ, വിവരക്കേടിൽ തന്നെ നിലനിൽക്കും. അപ്പൊ അതുകൊണ്ട് ഒരു കൂട്ടര് സുജൂദ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്, ഒരു കൂട്ടർ ഖിയാമിന് പറ്റാത്തവരുണ്ട്. അപ്പൊ ആ രണ്ട് കൂട്ടരെയും പ്രാതിനിധ്യം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഖുർആൻ സുജ്ജദം വ ഖിയാമ എന്ന് പറഞ്ഞത്. കൂടുതൽ സൗന്ദര്യമുണ്ട്. ആ ഒരു വ്യാഖ്യാനത്തിന് കൂടുതൽ സൗന്ദര്യം തോന്നുന്നുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. മറ്റേതൊക്കെ നേരത്തെ പറഞ്ഞതൊക്കെ ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ അതൊന്നും പുറത്തേക്ക് മാറ്റിവെക്കാനില്ല. ഇതൊക്കെ അതിൻ്റെ കാരണങ്ങളാണ്. ഏതാവട്ടെ രാത്രികാലങ്ങളിലെ നിസ്കാരം, അതാണല്ലോ നമ്മുടെ വിഷയം. ആ രാത്രികാലങ്ങളിലെ നിസ്കാരം, രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച് ഇശാ നിസ്കരിച്ച അതേ വുളൂ കൊണ്ട് സുബഹി നിസ്കരിച്ചിരുന്ന ധാരാളം ആളുകളുണ്ട് ചരിത്രത്തിൽ. എന്ന് പറഞ്ഞാൽ അവർ രാത്രിയിൽ ഉറങ്ങാറില്ലായിരുന്നു. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. തഫ്സീർ റൂഹുൽ ബയാനിൽ കാണാം, രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച് ഫേമസായ ആളുകളുണ്ട്. വഖദ് ഇസ്തഹറ ബിഖിയാമിൽ ലൈലി കുല്ലിഹി വസലാത്തിൽ ഗദാതി ബിവുദൂഇൽ ഇശാഇൽ അഖീറ. ഇശാഇന്റെ വുദൂ കൊണ്ട് സുബഹി നിസ്കരിച്ച ആ കൂട്ടത്തിൽപ്പെട്ട മഹാന്മാരാണ് സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു. പോലെ ആകാൻ പറ്റൂല, ഒരു സിന്ദാബാദെങ്കിലും വിളിച്ചിട്ടാളാ. സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു, ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു, അബൂ സുലൈമാൻ ഉദ്ദാറാനി റളിയല്ലാഹു അൻഹു, ഹബീബുൽ അജമി റളിയല്ലാഹു അൻഹു, മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ. ഇവരുടെയൊക്കെ ചരിത്രങ്ങൾ പറയാൻ നിന്നാൽ ഇഷ്ടം പോലെ പറയാനുണ്ട്. രാത്രികാലങ്ങളെ മുഴുവനും ഹയാത്താക്കിയവരാണ്. രാത്രിയിൽ നിസ്കരിച്ചു കൂട്ടിയ റക്അത്തുകളുടെ എണ്ണത്തിന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കണക്കും കയ്യുമില്ല. നല്ലപോലെ ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട ഹഫ്സ ബിന്തു സിരീൻ, സിരീന്റെ മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹ, ഇവരുടെ ആങ്ങള മഷ്ഹൂറാണ്, ഫേമസ് ആണ്. കഴിഞ്ഞ പ്രഭാഷണങ്ങളിലൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹു, ആ മുഹമ്മദ് ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്, വലിയ ആബിദാണ്. അവരുടെ പെങ്ങളാണ് ഹഫ്സ ബിന്തു സിരീൻ. ഈ ഹഫ്സയുടെ സ്വഭാവം തഖറഉ കുല്ല ലൈലത്തിൻ നിസ്ഫൽ ഖുർആൻ, തഖറഉ കുല്ല ലൈലത്തിൻ നിസ്ഫൽ ഖുർആൻ തഖൂമു ബിഹി ഫിസ്സലാ. രാത്രി നിസ്കാരത്തിൽ മാത്രം അര ഖത്മ തീർത്തിരുന്നു, അര ഖത്മ തീർത്തിരുന്നു. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എത്ര നേരം ഹഫ്സ ബീവി കുത്തനെ നിന്ന് രാത്രിയുടെ യാമങ്ങളിൽ ഖുർആൻ ഓതിയിട്ടുണ്ട്. ആലോചിച്ച് നോക്ക്. 30 ജുസ് നോൺ സ്റ്റോപ്പായിട്ട് ഓതുകയാണെങ്കിൽ 15 മണിക്കൂർ അല്ലേ? അപ്പോൾ 7.5 മണിക്കൂർ. ഇവരുറങ്ങിയോ? എവിടെയാ ഉറങ്ങാൻ സമയം? അര ഖതമാണ് ഖുർആൻ, പകുതിയാണ്, 15 ജുസ് ആണ് ഒരൊറ്റ രാത്രിയിലെ നിസ്കാരത്തിൽ ഹഫ്സ ബിന്തു സിരീൻ ഓതിയിരുന്നത്. അപ്പൊ ഹഫ്സ ബിന്തു സിരീന് രണ്ടാമത്തെ ദിവസം വന്നു കഴിഞ്ഞാൽ, 2 ദിവസം ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഖുർആനിൽ മാത്രം അല്ല, നിസ്കാരത്തിൽ മാത്രം ഒരു ഖത്മ തീർക്കും ഹഫ്സ ബിന്തു സിരീൻ. അള്ളാഹു മഹദിയുടെ ബറക്കത്ത് കൊണ്ട് എൻ്റെ സദസ്സിൽ ഈ പ്രഭാഷണം കേൾക്കാൻ എത്തിയ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്കും പെങ്ങന്മാർക്കും സുബഹിയുടെ മുമ്പ് എഴുന്നേറ്റ് ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. നമുക്കൊക്കെയും അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്താ ഇപ്പം ഈ പറഞ്ഞ വാക്ക്? ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ നിസ്കരിച്ചു നല്ല ദാരിദ്ര്യം.
ചിലപ്പോഴൊക്കെ നിസ്കരിച്ചിട്ട് വിളക്കിൽ ഇരുട്ടത്ത് നിസ്കരിക്കുന്നത് കറാഹത്താണല്ലോ. അപ്പോൾ വിളക്ക് കത്തിച്ച് വെച്ചിട്ടാണ് നിസ്കരിക്കുന്നത്. വിളക്കിൽ എണ്ണ തീർന്ന് ചിലപ്പോൾ കിട്ടുപോകും, നിസ്കാരത്തിലായിരിക്കും. ചിലപ്പോൾ എണ്ണ തീർന്ന് വിളക്കണയും. അങ്ങനെ വിളക്കണയുമ്പോൾ സുബഹിയാകുന്നത് വരെ നട്ടപ്പാതിര സമയത്ത് ഹഫ്സാ ബീവിയുടെ റൂം, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വെളിച്ചമയത്തിലായിരിക്കും. എന്തേ? റൂമിന്റെ ചുമരുകൾ പ്രകാശിക്കും. ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ കിതാബ് എഴുതി, രാത്രി സമയത്ത് വിളക്കിലെ എണ്ണ തീർന്ന് കെട്ടപ്പം പടച്ചവനെ, ഇന്ന് രാത്രി എനിക്ക് കിതാബ് എഴുതാൻ കഴിയില്ലല്ലോ എന്ന് കരുതി സങ്കടപ്പെടുമ്പോഴേക്ക് ഇമാം നവവി തങ്ങളുടെ വിരല് പ്രകാശിച്ചത് കഴിഞ്ഞ പ്രഭാഷണ പരമ്പരയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇമാം റംലി തങ്ങള്, ഇമാം റാഫിഈ തങ്ങള്, റംലിയല്ല ഇമാം റാഫിഈ തങ്ങള് കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിളക്കണഞ്ഞപ്പോൾ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ വെച്ചാണ്, മുറ്റത്തിട്ട മുന്തിരിവള്ളി, ആ മുന്തിരിപ്പന്തലിന്റെ ചുവട്ടിൽ വെച്ചാ കിതാബ് എഴുതുന്നത്. ഓരോ മുന്തിരിക്കായയും അലങ്കാര ബൾബുകളായി മാറി എന്ന് കിതാബുകളിൽ എഴുതി വെക്കുന്നു. അദ്ദേഹത്തിന് വെളിച്ചം പകർന്നു കൊടുത്തു, കറാമത്തുകളാണ് എന്നതുപോലെ ഹഫ്സാ ബിന്തു സിരീൻ ഖുർആൻ ഓതിയിട്ട് ചില രാത്രികളില് എണ്ണ കഴിഞ്ഞ് വിളക്കണയുമ്പം റൂമിന്റെ ചുമരുകൾ സ്വയം പ്രകാശിച്ച് നല്ല വെളിച്ചത്തിൽ തന്നെ ഹഫ്സാ ബീവിക്ക് സുബഹി വരെ നിസ്കരിക്കാൻ കഴിഞ്ഞിരുന്നു. ബസറയിലെ പേരെടുത്ത ആബിദാത്തുകളുടെ കൂട്ടത്തിൽ, ഇബാദത്ത് ചെയ്യുന്ന പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മഹദിയായിരുന്നു ബീവി ഹഫ്സ റളിയല്ലാഹു അൻഹ. വകാന അഖൂഹാ ഇബ്നു സിരീൻ, അവിടുത്തെ ആങ്ങള ഇബ്നു സിരീൻ ഇദാ അഷ്കല അലൈഹി ശൈഉം മിനൽ ഖുർആൻ, ഖുർആനിൽ ഏതെങ്കിലും ഒരു വാക്കിൽ സംശയം തോന്നിയാൽ, അവിടെ അങ്ങനെയാണോ ഓതേണ്ടത് എന്ന ഒരു സംശയം തോന്നിയാൽ ബഹുമാനപ്പെട്ടവര് ഉടനെ പറയത്രേ, ഇദ്ഹബൂ ഫസലൂ ഹഫ്സ കൈഫ തഖറ. നിങ്ങൾ എൻ്റെ പെങ്ങള് ഹഫ്സനോട് പോയി ചോദിച്ചു നോക്ക്, ഹഫ്സ അവിടെ എങ്ങനെയാണോ ഓതല് എന്ന് പറഞ്ഞാൽ ഖിറാഅത്തിന്റെ കാര്യത്തിലൊക്കെ സംശയം വരിക. അങ്ങനെയാണോ നമ്മളെ ഖിറാഅത്ത്, ഇങ്ങനെയാണോ? ഖിറാഅത്തുകൾ പല രൂപത്തിലുണ്ടാവുമ്പം അങ്ങനെ സംശയം വരും. അങ്ങനെ സംശയം വരുമ്പം ഏത് ഖിറാഅത്താണ് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത്, ഹഫ്സ റളിയല്ലാഹു അൻഹുവിന്റെ ഖിറാഅത്ത് ഏതാണ് എന്നറിയാൻ നിങ്ങൾ എൻ്റെ പെങ്ങളോട് ചെന്ന് ചോദിച്ചു നോക്ക്, കൈഫ തഖറ. അവൾ ഓതും പോലെ തന്നെ ആയിരിക്കും. കാരണം എന്താ? ഓരോ 2 ദിവസം കൂടുമ്പോഴും ഒരു ഖത്മ ഓതുന്ന പെണ്ണാണ് എൻ്റെ പെങ്ങള് ഹഫ്സാ ബീബി. അതുകൊണ്ട് ഹഫ്സാ ബീവിയോട് ചെന്ന് ചോദിക്കണം എന്നാ പറയാറുള്ളത്. ഹഫ്സാ ബീവി പലപ്പോഴും തൻ്റെ അടുത്ത് എങ്ങനെയാണ് നിങ്ങൾ ഖുർആൻ ഓതാറുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അത് പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം ഹഫ്സാ ബീവി പറയത്രേ, യാ മഅ്ശറ ശബാബ്, ഓ ചെറുപ്പക്കാരെ, നിങ്ങളോട് എനിക്ക് ഒരു ഉപദേശം എന്ന നിലയിൽ പറയാനുള്ളതാണ്. ഖുദൂ മിൻ അൻഫുസികും വഅൻതും ശബാബ്. യുവാക്കളായിരിക്കുമ്പം നാളത്തേക്ക് വേണ്ടി വല്ലതും സമ്പാദിക്കണേ മക്കളെ. വയസ്സായാൽ പിന്നെ വിചാരിച്ച് വരും, ആവും കാലത്തൊന്നും ചെയ്തില്ല. നമ്മളെ കൂട്ടത്തിലൊക്കെ പലരും ഉണ്ടാവും, ഒരു 50 കഴിഞ്ഞിട്ട് നന്നാകാന്ന് വിചാരിക്കണോലേ, 60 കഴിഞ്ഞിട്ട് പിന്നീട് തുടങ്ങാം. അത് തുടങ്ങാൻ കഴിയൂല. ഇപ്പം നോക്കണം, കഴിയുന്ന കാലത്ത് നോക്കണം. പ്രായമാകുമ്പം ചെറുപ്പത്തിൽ ചെയ്തതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല. അമല് ചെയ്യാനുള്ള സൗഭാഗ്യം അത് യുവത്വത്തിന്റെ പ്രസരിപ്പിലാ മക്കളെ. അതുകൊണ്ട് ആരും ഉഴപ്പരുത്, യുവത്വത്തിൽ ഉഴപ്പരുത്. നല്ല സജീവായിട്ട് അമല് ചെയ്യണം. ബഹുമാനപ്പെട്ട ഹഫ്സാ ബിന്തു സിരീൻ റളിയല്ലാഹു അൻഹാ പറയാറുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പ്രതിപാദിച്ച കൂട്ടത്തിൽപ്പെട്ട മഹദിയാണല്ലോ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ. ആ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ
ഖുദ്സ് യാത്രയിൽ നമ്മൾ പോകുമ്പോൾ അവരുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ അവസരമുണ്ട്. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹായുടെ ഞാൻ നേരത്തെ നടത്തിയ യാത്രയിൽ ഇവിടെയുള്ള പലരും ഒപ്പം ഉണ്ടായിരുന്നു. അന്ന് സിയാറത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ കാനത്ത് തുസല്ലി ലൈല കുല്ല, രാത്രി മുഴുവനും നിസ്കരിക്കും. പല രാത്രികളിലും നിസ്കരിച്ച് ഫൈദാ ഖറുബൽ ഫജ്റു, വെളുക്കാൻ സമയമാകുമ്പോൾ, സുബഹിയോടടുക്കുന്ന സമയത്ത് നാമത്ത് നൗമതൻ ഖഫീഫ, തഹജ്ജുദ് നിസ്കരിക്കണമെങ്കിൽ ഒന്ന് ഉറങ്ങണല്ലോ തഹജ്ജുദ് നിസ്കരിക്കണമെങ്കിൽ. അപ്പൊ ആ സുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നാമത്ത് നൗമതൻ ഖഫീഫ, ഒരു ലഘു ഉറക്ക്. ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയ്യ ഉറങ്ങും. സുബഹി വരെ നിന്ന് നിസ്കരിക്കും. സുബഹിയുടെ നേരത്ത് ഒന്ന് കിടന്നിട്ട് ഒരു 10 മിനിറ്റ് കിടന്ന് ചാടി എഴുന്നേൽക്കും. സുമ്മ തഖൂം, പിന്നെ ചാടി എഴുന്നേൽക്കും. ചാടി എഴുന്നേറ്റിട്ട് വതഖൂലു, അവിടുന്ന് പറയും, യാ നഫ്സു കം തനാമീൻ വകം തഖൂമീൻ യൂശികു അൻ തനാമീ നൗമതൻ ലാ തഖൂമീന മിൻഹാ ഇല്ലാ സബീഹത യൗമിൻ നുശൂർ. സുബ്ഹാനല്ലാഹ്. അർത്ഥം പറയാ, വളരെ വളരെ ഹൃദ്യമായ ഭാഗമാണ്. നമുക്ക് എന്തൊന്നില്ലാത്ത ഒരു ലജ്ജ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഉളുപ്പ് എന്ന് പറഞ്ഞ ഒരു സംഗതി നമുക്കുണ്ടെങ്കിൽ തോന്നും. റാബിയത്തുൽ അദവിയ്യ ദീർഘനേരം നിസ്കരിച്ചിട്ടുള്ള പ്രതികരണം പറയുന്നതിൻ്റെ മുമ്പ് നമ്മുടെ പ്രവർത്തകർ നിങ്ങളെ സമീപിക്കുന്നുണ്ട്. ഇത് ഇവിടെ പതിവില്ലാത്തൊരു അനൗൺസ്മെൻ്റാണ്. ചെറുവാടിയിൽ ഇങ്ങനെ പറയേണ്ടി വരാറില്ല. അങ്ങനെ ഒരവസ്ഥ നിങ്ങൾ വരുത്തൂല എന്നും എനിക്കറിയാം. ഇതിന് നിങ്ങൾ 5 കാശ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഒരനാവശ്യ വഴിക്ക് പോകുന്നില്ല. കിഡ്നി രോഗികൾക്ക്, ഹാർട്ട് രോഗികൾക്ക് സാന്ത്വന പ്രവർത്തനത്തിനാണ് ഈ കാശ് മുഴുവനും ചെലവഴിക്കുന്നത് എന്ന് എന്നേക്കാളേറെ നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് ആ 10 റുപ്യ കൊടുത്ത് ശീലിച്ച നമ്മൾ 11ാം കൊല്ലത്ത് കിടക്കുമ്പോൾ അതൊരു 20 റുപ്യയാക്കിയാൽ എൻ്റെ അഭിപ്രായം ഇഷ്ടപ്പെടുന്ന 10 കൊല്ലം കഴിഞ്ഞിട്ട് പറയാം നിങ്ങളൊരു 20 ആക്കണം, ഇത്രയല്ലേ പറയുന്നുള്ളൂ. അത് നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. 100, 50 ഒക്കെ കൊടുക്കണോല് കൂട്ടത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അവരത് കുറക്കും വേണ്ട, അവരങ്ങനെ കൊടുക്കും ചെയ്യുക. അല്ലാത്തവരൊക്കെ എല്ലാവരും ഇതിലൊരു പങ്കാളിത്തം ഉറപ്പ് വരുത്തുക. ഇൻഷാ അല്ലാഹ് വയല് വരുന്നുണ്ട്. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ. ചെലവാക്കുന്നതിൻ്റെ പ്രാധാന്യം അന്നിവിടെ പറയും. എല്ലാവരും അത് ഉൾക്കൊള്ളണം എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റാബിയത്തുൽ അദവിയ്യ രാവിലെ വരെ നിസ്കരിക്കും. ഫജ്റിന്റെ തൊട്ട് മുമ്പ് ഒരു ചെറിയ ഉറക്ക്, ആ ഉറക്കം 10 മിനിറ്റ്, അത് ഉറങ്ങിയിട്ട് ചാടിങ്ങട്ട് എഴുന്നേൽക്കുകയാണ്. തഹജ്ജുദ് നിസ്കരിക്കാനുള്ള ഒരു ഉറക്കം. ആ ഉറക്കം ഉറങ്ങി എഴുന്നേറ്റിട്ട് വത്തഖൂലു, അവിടുന്ന് പറയും, യാ നഫ്സു കം തനാമീൻ, അല്ലയോ ശരീരമേ. റാബിയ സ്വന്തം ശരീരത്തോട് ചോദിക്കും, എന്തൊരന്തം വിട്ട ഉറക്കാണിത്. കം തനാമീൻ, എന്തൊരന്തം വിട്ട ഉറക്കാണിത്. ഉറങ്ങുന്നതിനൊരു പരിധിയില്ലേ. വക്കം തഖൂമീൻ, എത്ര കുറച്ച് മാത്രമാണ് നിങ്ങൾ നിസ്കരിക്കുന്നത്. നിസ്കരിച്ചത് എത്രയാണ്, ഉറങ്ങിയത് എത്രയാണ്. നീണ്ട നേരം നിസ്കരിക്കുക ചെയ്തത്, ഉറങ്ങിയത് കുറഞ്ഞ സമയമേ ഉള്ളൂ. എന്നിട്ട് മഹദി ചോദിക്കുകയാണ്, എത്ര കുറച്ചാ ഉറങ്ങിയത്, എന്തു നീണ്ട ഉറക്കമാണിത്. യൂഷികു അൻ തനാമീ നൗമതൻ ലാ തഖൂമീന മിൻഹാ ഇല്ലാ സബീഹത യൗമിൻ നുശൂർ. ഒരാൾ ജനിച്ച അന്നങ്ങ് ഉറങ്ങിയിട്ട് പുനരുത്ഥാന നാളില് അങ്ങ് എഴുന്നേറ്റാൽ അവന് ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടില്ലേ. അതുപോലെ മാത്രമേ റാബിയ നിന്നെ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ എന്ന് റാബിയ സ്വന്തം ശരീരത്തോട് പറയുകയാണ്. എന്തൊരു നഷ്ടമാണിത് എന്ന് ചോദിച്ച് വിലപിക്കുകയാണ്. നമുക്കോ ഒരു പ്രശ്നവുമില്ല അല്ലേ? നമുക്ക് വല്ല വിഷയമുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുകൊണ്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഖുമ്മിനൽ ലൈലി വലൗ ഖദ്റഹൽ ബിശാ, ഒരാടിനെ കറക്കുന്ന സമയമെങ്കിലും എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അല്ലേ? ഒരാടിനെ കറക്കാൻ
നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന സമയമെങ്കിലും രാത്രിയിൽ നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരിക്ക് ചിന്തിക്കണം. നമ്മൾ നിസ്കരിക്കുമ്പം എനിക്കും നിങ്ങൾക്കും കിട്ടുന്ന നേട്ടം എത്ര വലുതാണ്. വളരെ വലിയ നേട്ടമാണ് നിസ്കാരത്തിലൂടെ നമുക്ക് കിട്ടുന്നത് എന്ന് മറന്നു പോകരുത്. ഇത് രാവിലെ എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവന് ഈ ഗുണം കിട്ടി. ഇതിനെന്താ വേണ്ടത്? സുബഹിന്റെ ഒരു 10 മിനിറ്റ് മുമ്പ് ഉണരണം. 2 റക്അത്ത് നിസ്കരിച്ചാൽ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ എന്ന ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടു, ഉറപ്പ്, അതിൽ തർക്കമില്ല. എന്നാൽ സ്ഥിരമായി തഹജ്ജുദ് നിസ്കരിക്കാത്ത കുറെ ആളുകൾ ഉണ്ടാകും. അവർക്ക് വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ എന്ന പട്ടികയിൽ ഇടല്ലേ? അവർക്ക് ഇടമില്ലെങ്കിൽ നമ്മളിൽ പലരും ഇബാദുർ റഹ്മാന്റെ പട്ടികയിൽ നിന്ന് പുറത്താകൂലേ? അതിനു വേണ്ടി പറയാണ്, പണ്ഡിതന്മാർ പറഞ്ഞു, ഈ യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ ബാതലില്ലാഹി സാജിദൻ വഖായിമ എന്ന് പറയാൻ, രാത്രി നിസ്കരിച്ചു എന്ന് പറയാൻ എത്ര മതി? മൻ ഖറഅ ശൈഅൻ മിനൽ ഖുർആനി ബില്ലൈലി ഫീ സ്വലാത്തിൻ. സുന്നത്ത് നിസ്കാരത്തിലായിട്ട് രാത്രി ഒരൽപ്പം ഖുർആൻ ഓതി നിസ്കരിച്ചാൽ അത് കിട്ടും. ഒരു 2 റക്അത്ത് നിസ്കരിച്ചാൽ. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? ഉരീദ ബിദാലിക ഫിഉലു റക്അതൈനി ബഅദൽ മഗ്രിബ്. മഗ്രിബിന്റെ ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമല്ലോ, അതുകൊണ്ടും അത് കിട്ടും. ഏറ്റവും ചുരുങ്ങിയ രൂപം. നമ്മളൊക്കെ അതിൽ പെടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം മഗ്രിബ് നിസ്കരിച്ച് മൂടും തട്ടിങ്ങോട്ട് ഇറങ്ങുന്ന സ്വഭാവം നിന്ന് നിർത്തണം. മഗ്രിബ് നിസ്കരിച്ചിട്ടൊരു സുന്നത്ത് നിസ്കരിക്കാൻ, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ, ഈ അഭിപ്രായ പ്രകാരം, മഹാന്മാർ പറഞ്ഞ ഈ അഭിപ്രായ പ്രകാരം, ഇതൊക്കെ താബിഈങ്ങളിൽ ഓരോരുത്തർ പറഞ്ഞ അഭിപ്രായങ്ങളാണ് ഈ ഉദ്ധരിക്കുന്നത്. മഗ്രിബിന്റെ ശേഷം 2 റക്അത്ത് സുന്നത്ത് മുടങ്ങാതെ നിസ്കരിച്ചാൽ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ എന്ന പട്ടികയിൽ അവന് സ്ഥാനമുണ്ട്. പിന്നെ വറകഅതൈനി ബഅദൽ ഇശാ, ഇശാഇന്റെ ശേഷം 2 റക്അത്തും. ഇത് രണ്ടും മുഅക്കദായ റവാത്തിബ് സുന്നത്തിൽ പെട്ടതുമാണ്. കഴിഞ്ഞ കൊല്ലമൊക്കെ, കഴിഞ്ഞ വർഷങ്ങളിലെ പ്രഭാഷണങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ സുന്നത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ആരും നിസ്കരിക്കൂല. അത് ഇവിടുന്ന് തന്നെ തീരുമാനിക്കും, നിങ്ങൾ വേണോ വേണ്ടേ, എന്നിട്ടേ ഇവിടുന്ന് പോവുള്ളൂ. അപ്പം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നു, 10 റക്അത്ത് നിസ്കാരം, ളുഹറിൻ്റെ മുമ്പ് 2, ളുഹറിൻ്റെ ശേഷം 2, മഗ്രിബിൻ്റെ ശേഷം 2, ഇശാഇൻ്റെ ശേഷം 2, സുബഹിയുടെ മുമ്പ് 2, ഇങ്ങനെ 10 റക്അത്ത് നിസ്കാരം നിങ്ങൾ ഫർളിൽ എത്ര നിർബന്ധ ബുദ്ധി കാണിക്കുന്നുണ്ടോ അതേ നിർബന്ധ ബുദ്ധിയോടെ നിസ്കരിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും, അത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം മഗ്രിബിന്റെയും ഇശാഇന്റെയും റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുന്നവർക്ക് വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ എന്നതിൽ ഇടമുണ്ട്. ഇനി 2 പ്രായം, അയാളും ഫഖദ് ദഖല ഫീ ഉമൂമിൽ ആയ, ആയത്തിന്റെ പൊതു താല്പര്യത്തിൽ അയാളും കൂടെ ഉൾപ്പെട്ടു. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ എന്ന പട്ടികയിൽ അയാളും പെട്ടു. അപ്പോൾ ഈ പറഞ്ഞ അഭിപ്രായ പ്രകാരം പണ്ഡിതന്മാർ പറയുന്നു, വബിൽ ജുംലത്തി ഫിൽ ആയത്തി ഹദ്ദുൻ അലാ ഖിയാമിസ് സ്വലാത്തി അലാ ഖിയാമിൽ ലൈലി ഫിസ്സലാ, നിസ്കാരത്തിലായിട്ട് രാത്രി ഒന്ന് ഹയാത്താക്കണം, ഒരല്പസമയമാണെങ്കിലും മതി. അത് ഫർളല്ല, സുന്നത്തായ ഒരു നിസ്കാരത്തിൽ ഒരല്പം ഹയാത്താക്കിയാൽ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ എന്ന ഭാഗം ലഭിച്ചു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളോട് ചോദിച്ചു, ഇബ്നു അബ്ബാസ് തങ്ങളെ, എല്ലാവർക്കും ഇപ്പം രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറ്റുമോ? ഈ പട്ടികയിൽ ഉൾപ്പെടാൻ എന്താണ് മാർഗം? മഹാനവറുകൾ പറഞ്ഞു, മൻ സ്വല്ലാ റക്അതൈനി ഔ അക്സറ, 2-ലധികമോ, വിത്രും കൂടെ നിസ്കരിക്കുമ്പോൾ 5 ആവും. പൂർത്തിയാക്കി നിസ്കരിക്കുന്നവർക്ക് പിന്നെയും കൂടും, വിത്ർ തന്നെ. ഇശാഇന്റെ ശേഷം ഒരു 4,
പിന്നെ വിത്ർ 11, അങ്ങനെയൊക്കെ ആക്കാം. ഏതായാലും 2 2-ലധികമോ റക്അത്ത് ഇശാഇന്റെ ശേഷം ഒരാൾ നിസ്കരിച്ചാൽ ഫഖദ് ബാത ലില്ലാഹി സാജിദൻ വഖായിമാ, ഫഖദ് ബാത ലില്ലാഹി സാജിദൻ വഖായിമാ, അയാള് രാത്രി ഹയാത്താക്കി എന്ന് അയാളെ പറ്റി പറയാവുന്നതാണ്. അതുപോലെ ഇമാം കൽബി പറയുന്നു, മൻ അഖാമ റക്അതൈനി ബഅദൽ മഗ്രിബി വഅർബഅൻ ബഅദൽ ഇശാഇ ഫഖദ് ബാത സാജിദൻ വഖായിമാ. അപ്പം അങ്ങനെയൊക്കെ ചുരുക്കിയാണ് പറഞ്ഞാൽ മഗ്രിബിൻ്റെ ഇശാഇൻ്റെ ശേഷമുള്ള റവാത്തിബ് സുന്നത്ത് കീപ്പ് ചെയ്താൽ തന്നെ വല്ലദീന യബീതൂന ലി റബ്ബിഹിം സുജ്ജദൻ വഖിയാമ എന്ന ലിസ്റ്റിൽ പെടാം. പക്ഷേ ഒറ്റ ദിവസവും മുടക്കരുത്, ഒരു ദിവസവും മുടങ്ങരുത്. മുടങ്ങിയാൽ അതൊരു നഷ്ടം തന്നെയാണ്. പിന്നെ വിത്ർ നിസ്കരിക്കുന്നു. ആ വിത്ർ നിസ്കരിക്കുമ്പോൾ ആ വിത്ർ നിസ്കരിക്കുന്ന സമയത്ത് 3 നിസ്കരിക്കുന്നവരുണ്ട്, 1 ചുരുക്കുന്നവരുണ്ട്. എന്നാ വിത്ർ തഹജ്ജുദിന്റെയും ശേഷമാക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ജമാഅത്ത് നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ പോലും തഹജ്ജുദിന്റെ ശേഷമാക്കലാണ് അഫ്ളല്. അങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് എന്നല്ലേ മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയത്. ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ അങ്ങനെയാണുള്ളത്. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഈ റമളാനിൽ തറാവീഹ് നിസ്കരിച്ചാൽ ഒരു ടീം മുങ്ങും, വിത്ർ നിൽക്കാറില്ല. ഒരു സാധാരണ വിത്ർ നിസ്കരിക്കൽ തഹജ്ജുദിന്റെ ശേഷം. ഫതുഹുൽ മുഈനിൽ ഈ മസ്അല പറയുന്നിടത്ത് യാനത്തും കൂടെ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാവും ചെയ്യും. ജമാഅത്ത് നഷ്ടപ്പെട്ടാലും വിത്റിന്റെ ശേഷം, തഹജ്ജുദിന്റെ ശേഷം നിസ്കരിക്കലാണ്, ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കലാണ് അഫ്ളല്. എന്നാൽ എല്ലാവരും കൂടെ അങ്ങനെ തീരുമാനിച്ചാൽ മഹല്ലത്തിലെ പള്ളിയിൽ വിത്ർ നിസ്കാരമല്ലാതെ പോവുമല്ലോ അല്ലേ. അതുകൊണ്ട് ഞാൻ അതിനൊരു പുതിയ മാർഗം പറഞ്ഞു തരികയാണ്. നിങ്ങൾ പള്ളിയിൽ നിന്ന് ഒരു 2 റക്അത്ത് വിത്ർ നിസ്കരിച്ചു പോയിക്കോളൂ. എന്നിട്ടൊരു 3 റക്അത്ത് അപ്പോഴും നിസ്കരിക്കാം. അല്ലെങ്കിൽ പൂർത്തിയാക്കി 11 നിസ്കരിക്കണമെങ്കിൽ അതിൻ്റെ ബാക്കി അപ്പോഴും നിസ്കരിക്കാം. എന്നാൽ ഇവിടെ ജമാഅത്തിൻ്റെ കൂലിയും കിട്ടും, അതോടൊപ്പം തന്നെ ബാക്കിയുള്ളത് അങ്ങോട്ട് പിന്തിപ്പിച്ചും വെക്കാം. ഇനി അല്ല, 3 റക്അത്ത് കൂടി 3 റക്അത്ത് നിസ്കരിച്ചു. അധികം ആളുകളും അതാണ് അതിൽ കാണുന്ന പ്രശ്നം. 3 റക്അത്ത് നിസ്കരിച്ചാൽ പിന്നെ ബാക്കി നിസ്കരിക്കാൻ പറ്റില്ല. അങ്ങനെയല്ല. 3 റക്അത്ത് നിസ്കരിച്ചാൽ എന്ന് പറഞ്ഞാൽ ഒറ്റ റക്അത്തിൽ അവസാനിച്ചു കഴിഞ്ഞാൽ വിത്റിന് ചാൻസ് കഴിഞ്ഞു. ഇല്ല, ഒരാൾ 1 റക്അത്ത് നിസ്കരിച്ചു. പറയുന്നത് കൃത്യമായിട്ട്, നാളെ വലിയ വിവാദം ഉണ്ടാക്കരുത്. 1 റക്അത്ത് നിസ്കരിച്ചു, സലാം വീട്ടി. പിന്നെ അയാൾ 2 റക്അത്ത് വേറെയും നിസ്കരിച്ചു. പറ്റുമോ? പറ്റില്ലേ? പറ്റും. 2 റക്അത്ത് നിസ്കരിച്ചു, 1 റക്അത്ത് പിന്നെ നിസ്കരിക്കും. ഈ ശീലാപ്പമക്കളിൽ ഇനി ഒരാൾ ഇങ്ങനെ ആക്കി. ഒരാൾ 3 നിസ്കരിച്ചു. ഇയാൾ 5 റക്അത്താണ് വിത്ർ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. 11-ൽ നിന്ന് 5 ആണ് നിസ്കരിക്കാൻ ഉദ്ദേശിച്ചത്. 3 ഇപ്പം നിസ്കരിച്ചു, ബാക്കി 2 പിന്നെ നിസ്കരിച്ചു. അല്ലെങ്കിൽ ബാക്കി 8 രാത്രി എഴുന്നേറ്റതിൻ്റെ ശേഷം നിസ്കരിച്ചു. പറ്റുമോ? പറ്റൂലേ? പറ്റും. ഒരാള് 2 റക്അത്ത് നിസ്കരിച്ചു, ഒറ്റ റക്അത്ത് കൊണ്ട് അവസാനിപ്പിച്ചു, അതും പറ്റും. അതാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിനോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഫതാവൽ കുബ്രയിൽ മഹാനവറുകൾ പറഞ്ഞു, അത് വിത്റിൽ ഒറ്റ റക്അത്ത് ഉണ്ടാവണം എന്നേ ഉള്ളൂ. സവാഉൻ കാനൽ വിത്റു ഫിൽ അവ്വലി ഔ ഫിൽ വസതി ഔ ഫിൽ ആഖിരി. തുടക്കത്തിലും ആവാം, മധ്യത്തിലും ആവാം, അവസാനത്തിലും ആവാം. ഈ ഒറ്റ റക്അത്ത് വരുന്നത് തുടക്കത്തിലും ആവാം, മധ്യത്തിലും ആവാം, അവസാനത്തിലും ആവാം. അപ്പം അത് വിചാരിച്ചിട്ട് ഇനി വിത്ർ നിസ്കരിക്കാതെ ആരും പോകണ്ട. പള്ളിയിൽ നിന്ന് ഇമാമിൻ്റെ കൂടെ 3 റക്അത്തിലും കൂടാം, എന്നാലും നിങ്ങൾക്ക് വിത്ർ പിന്നെ അവിടെ നിസ്കരിക്കാമെന്നർത്ഥം. ചാൻസ് ഉണ്ട്. അതിനു വേണ്ടിയാണ് ആ മസ്അല ഓർമ്മപ്പെടുത്തിയത്. ഏതാവട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നു നിസ്കരിക്കണം എന്ന് റബ്ബ് നമ്മളോട് പറയാണ്. എന്തേ കാരണം? പകൽ മുഴുവനും ഇന്നലക ഫിന്നഹാരി സബ്ഹൻ തവീല, ദുനിയാവുണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു. ജീവിതത്തിൻ്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പകല് കഠിനാധ്വാനം ചെയ്തു. അത് കഴിഞ്ഞ് രാത്രിയിൽ
അവൻ വിശ്രമിക്കാൻ വന്ന് കിടന്നതാ. എന്തെല്ലാം പ്രയാസങ്ങളാണ് പകൽ സമയത്തുണ്ടായത്. ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. ആ ക്ഷീണം കഴിഞ്ഞിട്ട് നന്നായിട്ട് കൂർക്കം വലിച്ചുറങ്ങേണ്ട സമയത്ത് എന്തേ അവൻ ഉറങ്ങുമ്പോഴേക്ക് തതജാഫാ ജുനൂബുഹും അനിൽ മവാജിഅ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹ തങ്ങൾ മുത്തുനബിയെ പറ്റി പറഞ്ഞില്ലേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറഞ്ഞില്ലേ, യബീതു യുജാഫി ജംബഹു അൻ ഫിറാശിഹി ഇദസ്തസ്ഖലത് ബിൽ മുശ്രികീനൽ മവാജിഉ. അതേ, ബഹുദൈവാരാധകരൊക്കെയും മക്കയിലുള്ള മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളൊക്കെ രാത്രിയിൽ മൂടി പുതച്ചുറങ്ങുമ്പം ഇദസ്തസ്ഖലത് ബിൽ മുശ്രികീനൽ മവാജിഉ, അവരൊക്കെ മൂടി പുതച്ചുറങ്ങുമ്പം എഴുന്നേൽക്കൽ അവർക്കൊരു ഭാരമാണ്. അങ്ങനെ അതാ വെട്ടിത്തള്ളിയിട്ടതുപോലെ എല്ലാവരും കൂർക്കം വലിച്ച് അന്തം വിട്ടുറങ്ങുമ്പോൾ യബീതു യുജാഫി ജംബഹു അൻ ഫിറാശിഹി, ഞങ്ങളുടെ നേതാവ് പാതിരാ സമയത്ത് അതാ അവിടുത്തെ ശരീരം പെട്ടെന്ന് ബെഡിൽ നിന്ന് ഉയർത്തുന്നു, ചാടി എഴുന്നേൽക്കുന്നു, കിടക്കാൻ കഴിയുന്നില്ല. ഇതിനെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, തതജാഫാ ജുനൂബുഹും അനിൽ മവാജിഅ്. കിടന്നാൽ നിക്കപ്പൊറുതി കിട്ടൂല. ആ കിടക്കയിൽ നിന്ന് അവർ ചാടി എഴുന്നേൽക്കും, അവരുടെ പാർശ്വങ്ങൾ ബെഡിൽ നിന്ന് ഉയരും. അതാണ് മുഅ്മിനീങ്ങളുടെ സ്വഭാവം. സുബ്ഹാനല്ലാഹ്. കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ. ഖുർആൻ പറഞ്ഞു കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ. അവർ രാത്രിയിൽ വളരെ കുറച്ച് മാത്രമേ ഉറങ്ങുകയുള്ളൂ. ഹുജൂ എന്ന് പറഞ്ഞാൽ ഉറക്കമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സമാധാനം, ശാന്തി. ഉറക്കം അത് ആരോഗ്യനില സംരക്ഷിക്കാൻ അനിവാര്യമായൊരു കേസാണ്. അപ്പോൾ ഒരല്പം ഉറങ്ങണം, ഒരല്പം ഉറങ്ങണം. അതെത്രയാണെന്ന് ഓരോരുത്തരുടെയും ആവശ്യകതക്കനുസരിച്ച് അവർക്ക് തീരുമാനിക്കാവുന്നതാണ്. കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ ഓർഡർ വരിക കാനൂ ഖലീലം മിനൽ ലൈലി യഹ്ജഊൻ എന്നാണ്. ഇങ്ങോട്ട് പിന്തി നിന്നതാണ്. നേരെ വായിക്കും അങ്ങനെയാണ് വായിക്കേണ്ടത്. കാനൂ ഖലീലം മിനൽ ലൈലി മാ, ഖലീലം മാ, അല്പസമയം രാത്രിയിൽ യഹ്ജഊൻ, അവർ ഉറങ്ങുകയുള്ളൂ. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അതേ, നട്ടപ്പാതിരാക്ക് അത്താഴ സമയത്ത് എഴുന്നേറ്റിട്ട് അവർ റബ്ബിനോട് പൊറുക്കലിനെ തേടും. കാരണം ജൗഫുൽ ലൈലിൽ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരമുള്ള സമയമാണ്. അപ്പോൾ എഴുന്നേറ്റ് നിസ്കരിച്ച് റബ്ബിനോട് പൊറുക്കലിനെ തേടുന്നവരാണ് മുഅ്മിനീങ്ങൾ എന്ന് അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. പകൽ സമയത്ത് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ ഇതെന്റെ വകയല്ല. ഫമാ ബികും മിൻ നിഅ്മത്തിൻ ഫമിനല്ലാഹ്, എന്റെ കയ്യിലുള്ളതൊക്കെ എന്റെ റബ്ബ് തന്നതാണെന്ന് വിശ്വസിക്കുന്നവർക്ക് രാത്രി സമയത്ത് ബെഡിൽ കിടന്നാൽ ഉറക്കം വരൂല. അങ്ങനെയാണ് അതാ റാബിയത്തുൽ അദവിയ ചോദിച്ചത്, കം തഖൂമി കം തനാമീൻ വകം തഖൂമീൻ എന്ന് ചോദിച്ചത് അതുകൊണ്ടാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കാരണം ഈ ഒരു ബോധമുണ്ട്. പകൽ സമയത്ത് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ആ അനുഗ്രഹങ്ങളൊന്നും സ്വന്തം വകയല്ല. ആ അനുഗ്രഹങ്ങളൊക്കെ അല്ലാഹുവിൽ നിന്ന് ഓശാരമായി ലഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ശുക്ർ ചെയ്യാതിരിക്കാൻ വയ്യ. ശുക്ർ ചെയ്യാൻ അവരൊഴിഞ്ഞ സമയം കണ്ടെത്തുകയാണ്. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമ, രാത്രിയുടെ യാമങ്ങളിൽ നിന്നും സുജൂദിൽ കിടന്നും റബ്ബിന് വേണ്ടി നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന, റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ നേരത്തെ ഈ ആയത്തിന്റെ മുമ്പിൽ പറഞ്ഞ സത്യനിഷേധിയെ പോലെ, നന്ദി കെട്ട മനുഷ്യനെ പോലെയാണോ എന്ന് റബ്ബ് ചോദിക്കുകയാണ്. യഹ്ദറുൽ ആഖിറ, എന്നാലോ ആഖിറത്തിന്റെ കാര്യത്തിൽ നല്ല ഭയപ്പാടുണ്ട്. വയർജു റഹ്മത റബ്ബി, റബ്ബിന്റെ റഹ്മത്തിൽ പ്രതീക്ഷയുമുണ്ട്. ഇതെല്ലാം ഒത്തിണങ്ങിയ ഈ അടിമയാണോ, അതോ ഈ ചിന്തയൊന്നുമില്ലാതെ നാൽക്കാലിയെ പോലെ ജീവിക്കുന്നവനാണോ കൂടുതൽ നല്ലത്? വിശുദ്ധ ഖുർആൻ ചോദിച്ചു. സൂറത്തു സുമറിലൂടെ ഖുർആൻ ചോദിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞ ആയത്തുകൾ സൂറത്തു ദാരിയാത്തിയിലുമാണ് ഉള്ളത്. അപ്പോൾ രാത്രി ഉറങ്ങണ്ടെന്നാണോ? അല്ല. നൗമക്കും സുബാത,
രാത്രിയിലെ ഉറക്കം നിങ്ങൾക്ക് വിശ്രമമാക്കി തന്നു എന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറങ്ങണം. ഒരു ഭാഗം ഉറങ്ങാൻ വേണ്ടി നീക്കി വെക്കണം. അതല്ലേ നബി തങ്ങളോടല്ല പറഞ്ഞത്? ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ. നബിയേ, രാത്രി തങ്ങൾ നിസ്കരിക്കണം തങ്ങളെ. ഇല്ലാ ഖലീലാ, അല്പസമയം തങ്ങൾ നീക്കി വെക്കണം. എന്തിന്? ഉറങ്ങാൻ. അല്പസമയം, നിസ്കാരത്തിനല്ല, അത് ഉറങ്ങാൻ വേണ്ടി നീക്കി വെക്കണം. അല്പസമയം ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ നിസ്കരിക്കണം. ആ ഖലീൽ എത്രയാ? നിസ്ഫഹു. ഉണ്ടാവും. ഖലീൽ എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് ഉറങ്ങാവുന്നൊന്നുമല്ല. നിസ്ഫഹു, രാത്രിയുടെ പകുതി ഉറങ്ങിക്കോളൂ തങ്ങളെ. അവിൻഖുസ് മിൻഹു ഖലീല, അല്ലെങ്കിൽ ആ പകുതിയേക്കാൾ കുറച്ചോളൂ. പകുതിയേക്കാൾ കുറച്ചോളൂ. അതായത് ഒരു 1/3. 3 ഭാഗമാക്കിയാൽ 1/3 ഉണ്ടാവുമ്പോൾ പകുതിയേക്കാൾ കുറവായിരിക്കും. പകുതി ഉണ്ടാവില്ല 1/3 ആവുമ്പോൾ. 1/3 നിങ്ങൾ നിസ്കരിച്ചോളൂ. പകുതിയേക്കാൾ അല്പം കുറച്ചോളൂ. ഔസിദ് അലൈഹി, അല്ലെങ്കിൽ പകുതിയേക്കാൾ കുറച്ച് കൂട്ടിക്കോളൂ. അപ്പം 2/3 പകുതിയേക്കാൾ കൂട്ടും. അങ്ങനെയൊക്കെ ആക്കാം. വറത്തിലിൽ ഖുർആന തർത്തീലാ, വറത്തിലിൽ ഖുർആന തർത്തീലാ. എന്നിട്ട് രാത്രിയിൽ നിങ്ങൾ വിശുദ്ധ ഖുർആൻ ശാന്തമായി സാവകാശം പാരായണം ചെയ്ത് നിസ്കരിച്ചോളൂ തങ്ങളെ എന്ന് പറഞ്ഞു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് നിസ്കരിക്കാൻ തുടങ്ങി. ഈ ആയത്ത് നബി തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി നിസ്കരിക്കാൻ തുടങ്ങി. ഇത് അല്ലാഹു കണ്ടു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാൻ തുടങ്ങിയതോടുകൂടെ മദീന പള്ളിയിൽ ആള് കൂടാൻ തുടങ്ങി. ഹബീബ് ചെയ്തപ്പോ സഹാബത്തൊക്കെ വരാൻ തുടങ്ങി. ഇത് ഭാവിയിലേക്കൊരു ഭാരമാകും. രാത്രി സമയത്ത് തീരെ ഉറങ്ങാതെ മുസ്ലിമീങ്ങൾ മുഴുവനും ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ നാട്ടില് ഒരു പ്രവർത്തനവും നടക്കാതെയാവൂലേ? ദുന്യാവിന്റെ ഒരു കാര്യവും നടക്കാതെയാവൂലേ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാത്രമല്ല, അതൊരു ഭാഗം. കച്ചവടം നടക്കൂല, ഏർപ്പാട് നടക്കൂല, ദീനി പ്രവർത്തനങ്ങൾ മറ്റുള്ളതൊന്നും നടക്കൂല. അതൊക്കെ ഒരു ഭാഗം. പിന്നെയോ ഈ ആവേശത്തിൽ അങ്ങ് നിസ്കരിച്ചു പോയി. കുറച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നിസ്കരിക്കാൻ പറ്റണമെന്നില്ല. കുറച്ച് കഴിയുമ്പം ഊര വളയാത്തവർ, കാല് വളയാത്തവരൊക്കെ വരും. രോഗികൾക്കൊക്കെ ഇത് വലിയ പ്രയാസാകും. ഇത് കണ്ടപ്പോൾ അല്ലാഹു പറഞ്ഞു, ഉണ്ടോ സൂറത്തുൽ മുസമ്മിലിൽ ഈ പ്രഖ്യാപനം കഴിഞ്ഞു. ഒരു പേജ് ഇങ്ങോട്ട് മറിയുമ്പം നമുക്ക് കാണാം, ഇന്ന റബ്ബക യഅലമു. നബിയെ, തങ്ങളോട് രാത്രിയുടെ പകുതി സമയം, അല്ലെങ്കിൽ പകുതിയേക്കാൾ കുറച്ച്, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ തങ്ങൾക്ക് ഉറങ്ങാം, ബാക്കി നിസ്കരിക്കാം എന്ന് പറഞ്ഞപ്പം ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസയിൽ ലൈൽ. രാത്രിയുടെ 2/3 ഭാഗത്തോളം തങ്ങൾ നിന്ന് നിസ്കരിക്കുന്നത് നമ്മൾ കാണുന്നു. യാ റസൂലല്ലാഹ്. വനിസ്ഫഹു, ചിലപ്പോഴൊക്കെ തങ്ങൾ പകുതിയാ നിസ്കരിക്കുന്നത്. വസുലുസഹു, ചിലപ്പോൾ 1/3. പെല്ലായി. നിസ്ഫഹു അവിൻഖുസ് മിൻഹു ഖലീലൻ ഔ സിദ് അലൈഹി. 3 ആയി. വതായിഫത്തും മിനല്ലദീന മഅക്, തങ്ങളെ കൂടെയുള്ള ഒരു ടീമും തങ്ങളെ കൂടെ മദീന പള്ളിയിൽ നിസ്കരിക്കാൻ എത്തുന്നു. നിങ്ങൾ കണക്ക് കൂട്ടുകയാണ്. പകുതിയായി, 1/3, 2/3. വല്ലാഹു യുഖദ്ദിറുൽ ലൈല വന്നഹാർ. രാപ്പകലുകൾ കൃത്യമായി കണക്കാക്കുന്നത് അല്ലാഹുവാണ്. അല്ലാഹു രാപ്പകലുകളെ കൃത്യമായി കണക്കാക്കുന്നുണ്ട്. പകുതിയായോ, 1/3, 2/3, ഇതൊക്കെ അല്ലാഹുവിന് നന്നായി അറിയാം. തങ്ങൾ അങ്ങനെ തന്നെ നിർവഹിക്കുന്നുണ്ട്. അലിമ അല്ലം തുഹ്സൂ, നിങ്ങൾക്കത് കൃത്യമായി കണക്കാക്കാൻ പറ്റില്ല എന്ന് പടച്ചോന് നല്ല പോലെ അറിയാം. അലിമ അല്ലം തുഹ്സൂ, ഏകദേശം അങ്ങനെയാണ്. ഫതാബ അലൈക്കും, അപ്പോൾ അല്ലാഹു നിങ്ങൾക്ക് ഇളവ് അനുവദിച്ചു തന്നു. ഫതാബ അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് ഇളവ് അനുവദിച്ചു തന്നു. ഫഖറഊ മാ തയസ്സറ മിനൽ ഖുർആൻ, ഇനി മുതൽ നിങ്ങൾ വിശുദ്ധ ഖുർആൻ അല്പം എളുപ്പത്തിൽ ഓതി നിസ്കരിക്കാൻ പറ്റുന്ന സമയം നിസ്കരിച്ചാൽ മതി തങ്ങളെ. എന്തേ ഇങ്ങനെ ഒരു ഇളവ്? നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഈ ഇളവിലേക്ക് ഞാൻ ഇറങ്ങിയത് എന്തുകൊണ്ട്? റബ്ബ് പറയാൻ, അലിമ അൻ സയകൂനു മിൻകും മർദാ. റബ്ബ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് തങ്ങളെ, നിങ്ങളുടെ കൂടെ രോഗികളുണ്ട്. ഈ നിസ്കരിക്കുന്നതിൽ
പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് നിസ്കരിക്കുന്ന പാവങ്ങൾ. ദാവൂദേ, ഇങ്ങനെയാണെങ്കിൽ, ഇതാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിൽ, ഈ ഒരു മാനസികാവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ, എനിക്ക് നന്ദി പ്രകടിപ്പിച്ച് തീർക്കാൻ കഴിയൂല എന്നുള്ള മാനസികാവസ്ഥ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതാണ് ശുക്ർ. അതാണ് ശുക്ർ. അങ്ങനെ നിങ്ങൾക്ക് കഴിയുള്ളൂ. നിങ്ങൾ എന്നോട് ശുക്ർ ചെയ്തവനാണ്, സംശയിക്കണ്ട. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുമായി സംഭാഷണം നടത്തുമ്പോൾ ചോദിച്ചു, ഇലാഹി ഖലഖ്ത ആദമ ബിയദിക്, പടച്ചോനെ, ആദമിനെ നീ ഡയറക്റ്റ് ആയിട്ട് പടച്ചതാ. ആദമിന് ഭക്ഷണം കൊടുത്തതും വെള്ളം കൊടുത്തതും മുണ്ട് കൊടുത്തതും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് നീയാണ്. പിന്നെ ആദം എങ്ങനെയാ നിന്നോട് ശുക്ർ കാണിച്ചത്? എന്ത് ചെയ്താലും അതൊക്കെ ശുക്രാ, അത് നിന്റെ നിയമത്താ. പിന്നെ എങ്ങനെയാണ് ഈ ആദം നിനക്ക് ശുക്ർ ചെയ്തത്? അപ്പോൾ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനോട് അല്ലാഹ് പറഞ്ഞു, അലിമ അന്ന ദാലിക മിന്നി, ആദം അതൊക്കെ എൻ്റെ ഭാഗത്തു നിന്നാണ് എന്ന് തിരിച്ചറിഞ്ഞു. ഫകാന മഅരിഫതുഹു ബിദാലിക ശുക്റഹു ലീ, ആ ഒരു തിരിച്ചറിവ് എന്നോടുള്ള ഏറ്റവും വലിയ ശുക്രായിട്ട് ഞാൻ സ്വീകരിച്ചു. അതാണ് വിഷയം. ഈ ഒരു ബോധം നമുക്കുണ്ടായാൽ മതി പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു പറയുന്നു, മറ്റൊരു മഹാന്റെ സംഭവം, കാന ലി ബഅദിഹിം സദീഖ്, ഒരു മഹാന്റെ കൂട്ടുകാരൻ, ഫഹബസഹു സുൽത്താൻ, ആ കൂട്ടുകാരനെ രാജാവ് അറസ്റ്റ് ചെയ്തു. രാജാവ് അറസ്റ്റ് ചെയ്തു, ജയിലിലാക്കിയപ്പം ഇയാള് ഈ മഹാന് കത്തെഴുതി. ഇയാളുടെ മുരീദായിരിക്കാം. കത്തെഴുതി, ഷെയ്ഖിന് കത്തെഴുതി, എന്നെ ജയിലിൽ വെച്ചിട്ടുണ്ട്, അപ്പോൾ ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് ജയിലിലേക്ക് കത്ത് കൊടുത്തയച്ചു. മറുപടി കത്ത്, ഉഷ്കുരില്ല, അള്ളാഹുവിന് ശുക്ർ ചെയ്തോളൂ, അള്ളാഹുവിന് നന്ദി ചെയ്തോളൂ, അള്ളാഹുവിന് നന്ദി ചെയ്തോളൂ. എല്ലാം നിഅമത്തുകളാണ്, അള്ളാഹുവിന് നന്ദി ചെയ്യണം. അങ്ങനെ പിന്നെ രണ്ടാമത്തെ ദിവസം ഇയാൾക്ക് കിട്ടുന്ന ശിക്ഷ, അന്ന് രണ്ടാമത്തെ ദിവസം ഇയാൾക്ക് പൊതിരെ തല്ല് കിട്ടി, ജയിലിൽ നിന്ന് തല്ല് കിട്ടി. അപ്പോഴും ഇയാൾ കത്തെഴുതി, അപ്പോഴും ഇയാൾ പറഞ്ഞു ഉഷ്കുരില്ല, അള്ളാഹുവിന് ശുക്ർ ചെയ്തോളൂ. മൂന്നാം ദിവസം വയറിളക്കമുള്ള ഒരു മജൂസിയെ ഇയാളുടെ കൂടെ ഇയാളുടെ സെല്ലിലേക്ക് കൊണ്ടുവരിക, ജയിൽ പുള്ളിയായിട്ട്. എന്നിട്ട് ഈ വയറിളക്കമുള്ള ആളെ കുയ്യിദമാഹു, ഇയാളുടെ കൂടെ ചങ്ങലക്കിട്ടു. ഇയാളുടെ കാലിലിട്ട ചങ്ങലന്റെ ഒരു തല മജൂസിന്റെ കാലിൽ കെട്ടി, മജൂസിയുടെ കാലിലിട്ട് ഇയാളെ കാലിലേക്കും കെട്ടി. ഇങ്ങനെ എന്ത് ചെയ്തു? രണ്ടാളെയും കൂടെ ചങ്ങലക്കിട്ടു. ഒരു ചങ്ങലയിൽ രണ്ടാളെയും കൂടെ കെട്ടിയിട്ടു. മജൂസിയാണെങ്കിലോ വയറിളക്കുണ്ട്, ലൂസ് മോഷനാ, രാത്രി എഴുന്നേൽക്കും. ഫക്കാന യഖൂമു ബില്ലൈലി മറാത്ത്, പലതവണ ഇയാൾക്ക് പോകേണ്ടി വരും, കാര്യം സാധിക്കേണ്ടി വരും. ഇയാൾ എഴുന്നേൽക്കും. അപ്പോഴൊക്കെ കുല്ലമാ യഖൂമു യഹ്താജു അൻ യഖൂമ അലാ റഅസിഹി ഹത്താ യഫ്റുഗ, ഇയാൾ കാര്യം സാധിപ്പിച്ച് കഴിയോളും അയാളെ തൊട്ടടുത്ത് കാല് അവിടെ വെച്ചു കൊടുക്കണം. കാരണം ഒരു ഇതിലല്ല ഉള്ളത്, കക്കൂസ് പോകുമ്പോൾ ഇയാളും ഒപ്പം പോകണം. ഇയാളെ കാലിങ്ങനെ വെച്ചു കൊടുക്കണം. ഇയാൾ ഇങ്ങോട്ട് ചെരിഞ്ഞ് നിന്ന് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ ഇത് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായി ഉസ്താദിന് കത്തെഴുതി, ഉസ്താദ് ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്. ഉസ്താദ് മറുപടി കത്തെഴുതി, ലാ തൻസ ശുക്ര അല്ലാഹ്, അള്ളാഹുവിന് നന്ദി ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ശിഷ്യൻ തിരിച്ച് കത്തെഴുതി, ഇലാ മതാ തഖൂൽ വ അയ്യു ബലാഇൻ ഫൗക ഹാദാ, എത്ര കാലം ഉസ്താദ് ഈ ഉഷ്കുരില്ല എന്നോട് പറയും? ഇനി ഇതിലും വലിയൊരു ദുരന്തം എന്താണ് ഉസ്താദ് എൻ്റെ ജീവിതത്തിൽ വരാനുള്ളത്? ഇയാൾക്ക് ലൂസ് മോഷനാണ്, ഇയാൾ കക്കൂസിൽ പോകുമ്പം ഇയാൾക്ക് പാറാവ് നിൽക്കണം ഞാൻ, കാവൽ നിൽക്കണം ഞാൻ, ഇത് വലിയ വിഷയല്ലേ? അപ്പോഴാ പറഞ്ഞത്, ഉസ്താദ് തിരിച്ച് കത്തെഴുതി, മോനെ ലൗ വുദിഅ അസ്സുന്നാറുല്ലദീ ഫീ വസതിഹി ഫീ വസതിക് കമാ വുദിഅൽ ഖൈദുല്ലദീ ഫീ റിജ്ലിഹി ഫീ റിജ്ലിക് മാദാ കുൻത തസ്ന. അയാളുടെ മജൂസിയാകുമ്പം അവരുടെ മതചര്യയുടെ ഭാഗമായിട്ട് അരയിൽ കെട്ടുന്ന സുന്നാർ, അരപ്പട്ടാന്ന് തൽക്കാലം പറയാം, ആ അരപ്പട്ട
നിങ്ങളുടെ അരയിലേക്ക് കൂട്ടിക്കെട്ടുകയാണ് ചെയ്തിരുന്നതെങ്കിലോ, അങ്ങനെയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് കക്കൂസിൻ്റെ പുറത്തേക്കൊന്ന് ചെരിഞ്ഞ് നിൽക്കാൽ ഒരു കാലാണ്ട് വെച്ചു കൊടുത്തിട്ട്, ഈ അര എങ്ങാനുമാണ് കൂട്ടിക്കെട്ടിയതെങ്കിൽ, നിങ്ങളുടെ ഊരയാണ് കൂട്ടിക്കെട്ടിയതെങ്കിൽ, ഇയാളൊപ്പം നിങ്ങൾ ഇരിക്കും പൊങ്ങുമൊക്കെ വേണ്ടേ? അത്ര പടച്ചോൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് ഓർത്താൽ നിങ്ങൾക്ക് പടച്ചോനോട് നന്ദി തോന്നൂലേ എന്ന് തിരിച്ചു പറഞ്ഞയക്കുകയാണ്. സഹോദരങ്ങളെ, മഹാന്മാര് പടച്ച റബ്ബിന് ശുക്ർ ചെയ്യാൻ അവരെന്നും കണ്ടെത്തിയ മാർഗങ്ങൾ ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കറിയോ, ബഹുമാനപ്പെട്ട ഹസനുബ്നു അലി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു റുക്നുൽ യമാനിയിൽ പിടിച്ചുകൊണ്ട്, കഅബയുടെ റുക്നുൽ യമാനിയിൽ തൂങ്ങി നിന്നുകൊണ്ട്, അറിയാലോ ഈ മൂല ഹജറുൽ അസ്വദിന്റെ തൊട്ട് മുമ്പിലുള്ള, അത് തുടങ്ങുന്നതിൻ്റെ മുമ്പ് അപ്പുറത്തെ മൂലയിലുള്ള ഈ റുക്നുൽ യമാനി, അവിടെ തൂങ്ങി നിന്നുകൊണ്ട്, അവിടെ അങ്ങനെ അള്ളിപ്പിടിച്ചു നിന്നുകൊണ്ട് ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക്, നഅംതനി ഇലാഹി ഫലം തജിദ്നി ശാകിറാ, നഅംതനി ഇലാഹി ഫലം തജിദ്നി ശാകിറാ. റബ്ബേ, നീ എന്നെ അനുഗ്രഹങ്ങളുടെ മുകളിൽ അനുഗ്രഹങ്ങളെ കൊണ്ട് എന്നെ മൂടി പുതച്ചുറക്കിയപ്പം, എല്ലാ അനുഗ്രഹങ്ങളും കൂടെ നീ എനിക്ക് വാരിക്കോരി തന്നിട്ടും ഞാൻ നിന്നോട് ശുക്ർ ചെയ്തത് നീ കണ്ടില്ല. വബ്തലൈതനി ഫലം തജിദ്നി സാബിറ, നീ എനിക്ക് നന്ദി ചെയ്തപ്പോഴൊന്നും ഞാൻ നിനക്ക് ശുക്ർ ചെയ്തില്ല. നീ എന്നെ പരീക്ഷിച്ചപ്പോഴൊന്നും ഞാൻ നിന്നോട് ക്ഷമിച്ചില്ല. റബ്ബേ, ഇതൊന്നും കാണാഞ്ഞിട്ടും ഫലാ അൻത സലബ്ത നിഅമത ബിതർകിയ ശുക്ർ, ഞാൻ എൻ്റെ ശുക്രിൽ ഉപേക്ഷ വരുത്തി എന്നതുകൊണ്ട് നീ നിന്റെ നിഅമത്ത് പിൻവലിച്ചിട്ടില്ലല്ലോ. എനിക്കിപ്പോഴും സംസാരിക്കാൻ കഴിയുന്നുണ്ട്, എനിക്കിപ്പോഴും നടക്കാൻ കഴിയുന്നുണ്ട്, എൻ്റെ കൈയിപ്പോഴും പൊങ്ങുന്നുണ്ട്, എനിക്കിപ്പോഴും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ നിന്നോടൊരു ശുക്രും ചെയ്യാഞ്ഞിട്ടും നീ എന്നെ തളർത്തിയിട്ടില്ല, എൻ്റെ കൈകാലുകളെ തളർത്തിയിട്ടില്ലല്ലോ റബ്ബേ. ഫലാ അൻത സലബ്ത നിഅമത ബിതർകിയ ശുക്ർ വലാ അദംത ശിദ്ദത ബിതർകിയ സബ്ർ. എന്നാൽ എനിക്ക് ക്ഷമയില്ല എന്നതുകൊണ്ട് എന്നിലുള്ള പരീക്ഷണങ്ങളൊന്നും നീ നിലനിർത്തിയിട്ടും ഇല്ല. ആ പരീക്ഷണങ്ങളെ നീ കണ്ടറിഞ്ഞ് എന്നെ പിൻവലിക്കുകയാണ്. ഞാൻ ശുക്ർ ചെയ്യാഞ്ഞിട്ടും നീ നിഅമത്ത് പിന്നെയും തുടർന്നു തന്നു. ഞാൻ ക്ഷമിക്കാഞ്ഞിട്ടും നീ എൻ്റെ ബലാഉകൾ, പരീക്ഷണങ്ങൾ നീ കണ്ടറിഞ്ഞ് പിൻവലിച്ചു. ഇത് കാണുമ്പം എനിക്കൊന്നേ പറയാനുള്ളൂ, കഅബയുടെ റുക്നുൽ യമാനി മൂലയിൽ തൂങ്ങിയിട്ട് മഹാനവറുകൾ പറയാണ്, പടച്ചോനെ, ഇതൊക്കെ സംഭവിക്കുന്നതിൽ അത്ഭുതമില്ല. ഇലാഹി മാ യകൂനു മിനൽ കരീമി ഇല്ലൽ കറം, മാ യകൂനു മിനൽ കരീമി ഇല്ലൽ കറം, മാന്യനിൽ നിന്ന് മാന്യതയല്ലാതെ പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ടാണ്, നീ മാന്യനായതുകൊണ്ടാണ് പടച്ചോനെ എനിക്ക് നീ ഇങ്ങനെയൊക്കെ അവസരം നൽകിയത്. നീ മാന്യനായതുകൊണ്ട് തന്ന അവസരമാണ്. എനിക്കറിയാം. പടച്ച റബ്ബിനോട് പറയുകയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാലോചിച്ച് നോക്ക്, ഒരു മാറ്റം നമുക്ക് വേണ്ടേ? ഒരു മാറ്റം നമുക്ക് വേണ്ടേ? ഞാൻ പറഞ്ഞു, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ പറഞ്ഞു, റാബിയത്തുൽ അദവിയ്യ തങ്ങളെ പറ്റി പറഞ്ഞു, ബീവിയെ പറ്റി പറഞ്ഞു. ഈ റാബിയത്തുൽ അദവിയ്യ ബീവി നിസ്കരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു. റാബിയത്തുൽ അദവിയ്യ ബീവി ഒരു രാത്രി 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു രാത്രിയിൽ 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ പാടെത്രയാണ്? 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ നമ്മൾ പാടുപെടുകയാണ്. 2 റക്അത്ത് ഉറങ്ങി എഴുന്നേറ്റതിൻ്റെ ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ തഹജ്ജുദായി. അത്രയല്ലേ ഉള്ളൂ. ഇശാ നിസ്കരിക്കണം, ഉറങ്ങും വേണം. ഇശാ നിസ്കരിച്ചിട്ട് ഉറങ്ങണം എന്നില്ല. അത് നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലാക്കേണ്ട ഒരു മസലയാണ്. ഒരാൾ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ഉറങ്ങി, പിന്നെ ഇശാ നിസ്കരിച്ചാൽ തന്നെ തഹജ്ജുദാവും. അതായത് കിതാബുകൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സ്വലാത്തുൽ ഇശ, ഫിഅലുൽ ഇശ, ഇശ നിസ്കരിക്കണം, അതോടൊപ്പം നൗമും വേണം, ഉറക്കം. അത്രയേ ഉള്ളൂ. അത് ഇശ നിസ്കരിച്ചിട്ട് ഉറങ്ങിക്കൊള്ളുന്നൊന്നുമില്ല, അല്ലെങ്കിലും കിട്ടും. അതൊക്കെ അങ്ങനെ പറയാൻ കാരണം പലപ്പോഴും പല സമയങ്ങളിലും പലരും അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മസ്അല അറിയാത്തതിൻ്റെ പേരിൽ പലരും തെറ്റിദ്ധരിച്ച് നല്ല ചാൻസ് കിട്ടിയിട്ട്
അങ്ങനെ നിസ്കരിക്കാതെ പോയപ്പോൾ അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ സ്ഥിരമായി തഹജ്ജുദ് നിസ്കരിക്കുന്നവരല്ല, അവരങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് എഴുന്നേറ്റുള്ളൂ. പക്ഷേ ഇങ്ങനെയൊക്കെ ചാൻസ് കിട്ടുമ്പം അങ്ങ് നിസ്കരിക്കാലോ എന്ന് കരുതി, പക്ഷേ പറ്റൂല എന്ന് കരുതി. അങ്ങനെയല്ല മസ്അലയുള്ളത് എന്ന് കൂട്ടത്തിൽ ഉണർത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ രാത്രിയിൽ നീണ്ട 1000 റക്അത്ത് നിസ്കരിച്ചിട്ട് റാബിയത്തുൽ അദവിയ്യ പറഞ്ഞ ഒരു വാക്കുണ്ട്, മാ ഉരീദു ബിഹാ സവാബാ ഇല്ലാ ലിയുസറ ബിഹാ റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി തങ്ങൾ പറഞ്ഞില്ലേ, ലലം തു സുന്നതമൻ അഹിയല്ലലാമ ഇലാ അനിഷ്തകത് ഖദമാ ഹുദ്ദുറ മിൻ ബറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. പാതിരാവിൽ പടച്ചവനോടൊപ്പം ഒരു 10 മിനിറ്റ് പോലും ചെലവഴിക്കാത്ത നമ്മൾ എത്ര മണ്ടന്മാരാണ് സഹോദരങ്ങളെ, എത്ര പോയത്തക്കാരാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. അള്ളാഹുവിൻ്റെ റസൂല് കാലിൽ നീരുകെട്ടി വീർക്കുന്നത് വരെ കടഞ്ഞിട്ട് വേദനിച്ചിട്ട് നിൽക്കാൻ പറ്റാത്തപ്പം കിടന്നു, അതുവരെ നിസ്കരിച്ചു എന്ന് പറഞ്ഞില്ലേ? ആ മുത്തുനബിയോട് രാത്രി ഇത്രത്തോളം നിസ്കരിച്ച് ഹയാത്താക്കിയ എൻ്റെ മുത്തുനബിയോട് ഞാൻ എത്ര വലിയ ദുൽമാ പടച്ചവനെ ചെയ്തതെന്ന് രാത്രിയിൽ ഒരുപാട് നിസ്കരിച്ചിട്ട് പിന്നെയും പിന്നെയും വിനയത്തോടെ തൻ്റെ സ്വന്തം ശരീരത്തെ കമ്പയർ ചെയ്യുന്നത് മുത്തുനബിയോടായതുകൊണ്ട് അർത്ഥത്തിലും അത് ശരിയാകും. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി തങ്ങൾ പാടിയെങ്കിൽ അക്ഷരത്തിലും അർത്ഥത്തിലും ലലം തു സുന്നതമൻ അഹിയല്ലലാമ ഇലാ അനിഷ്തകത് ഖദമാ ഹുദ്ദുറ മിൻ ബറമി എന്ന് നമുക്ക് ചൊല്ലിക്കൂടെ സഹോദരങ്ങളെ? ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് നമ്മൾ പ്രവർത്തിക്കുന്ന അമലുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഫസയറല്ലാഹു അമലക്കും വറസൂലു, അള്ളാഹു മാത്രമല്ല മുത്തുനബിയും കാണുന്നുണ്ടെന്ന് ഖുർആൻ പറഞ്ഞതല്ലേ? അതുകൊണ്ടാണ് ആ മുത്തുനബിയെ സന്തോഷിപ്പിക്കണ്ടേ. ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയ്യ പറയാണ്, ഇന്നത്തെ രാത്രി ഞാൻ 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചത് എനിക്ക് സ്വർഗത്തിൽ പോകാനല്ല, എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ല. ഇല്ലാ ലിയുസറ ബിഹാ റസൂലുള്ളാഹി, എൻ്റെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ മുത്തു ഹബീബ് എൻ്റെ പേരിലൊന്ന് സന്തോഷിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. പോരാ, വതുഷീറു ഫിൽ അംബിയാഇ ഇലംറഅത്തിൻ മിൻ ഉമ്മത്തിഹി തുസല്ലി ലൈലതൻ അൽഫ റക്അ. 1000 റക്അത്ത് ഒരു രാത്രി മാത്രം നിസ്കരിക്കുന്ന ഒരു പെണ്ണ് എന്റെ ഉമ്മത്തിൽ കണ്ടോ നിങ്ങൾ എന്ന് ചോദിച്ച് ഹബീബായ റസൂലുള്ളാഹി മറ്റമ്പിയാക്കളോട് പറഞ്ഞ് അവിടുന്ന് ഊറ്റം കൊള്ളട്ടെ, ഇതാണ് എന്റെ ലക്ഷ്യം എന്ന് ബഹുമാനപ്പെട്ട ബീവി റാബിയത്തുൽ അദവിയ്യ 2 റക്അത്തെങ്കിലും സുന്നത്ത് നിസ്കരിച്ചിട്ട് മുത്തുനബിനെ ഒന്ന് സന്തോഷിപ്പിച്ചൂടെ നമുക്ക്? ആരാണ് മുത്തുനബി? ആ മുത്തുനബി നിസ്കരിച്ച നിസ്കാരം, അതാണ് ഇനി പറയാനുള്ളത്. മുത്തുനബി രാത്രിയിൽ നിസ്കരിച്ചു ഒരു നിസ്കാരത്തിൻ്റെ ചിത്രം, അതും കൂടെ പറഞ്ഞിട്ടേ അവസാനിപ്പിക്കുള്ളൂ. അന്തത്വത്തിൽ ചൊല്ലിയതിൻ്റെ ശേഷം ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരും അത് കഴിഞ്ഞിട്ടേ പോകാവൂ. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ വൈകൂല. ഇപ്പോൾ 9:15 ആയുള്ളൂ. 9:30 എല്ലാം കഴിഞ്ഞ് പിരിയാം. 9:30 എല്ലാം കഴിഞ്ഞ് പിരിയാം. അപ്പം അതുകൊണ്ട് എല്ലാവരും അവിടെ ഇരിക്കണം, ആരും പോകൂല. നിങ്ങൾ പോകാറില്ല. അള്ളാഹു ഈ സദസ്സ് സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കി തരട്ടെ, അള്ളാഹു കബൂലാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് അന്തത്വത്തിലൊഴു ചൊല്ലുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് മുത്തുനബി മദീനത്തുനിന്ന് കാണുന്നുണ്ടെന്ന ബോധത്തോടെ ഒന്ന് തണുത്ത മനസ്സോടെ ഹബീബായ നബിതങ്ങളുടെ ആ ഒരു ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ പ്രഭാഷണം ഒരു മാറ്റം ഉണ്ടാക്കണം. മുമ്പ് ചെയ്യാത്ത എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യണം, അത് ദായിമായി ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ട് അങ്ങ് മദീനയിലേക്ക് ഖൽബ് തിരിച്ചു പിടിച്ച് ഒന്ന് ചൊല്ലൂ സഹോദരങ്ങളെ.
أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطه والحبيب العربي. أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطه والحبيب العربي. أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطه والحبيب العربي. ارتكبت على الخطا غير حصر وعداد لك أشكو فيه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطه والحبيب العربي. إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابي يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطه والحبيب العربي. الشفاعة هب لنا في القيامة مشفقا وأهلنا الله يا سيدي خير النبي. الشفاعة هب لنا في القيامة مشفقا وأهلنا الله يا سيدي خير النبي. الشفاعة هب لنا في القيامة مشفقا وأهلنا الله يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطه والحبيب العربي. الصلاة على النبي كل وقت دائما
لاح نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ. മുത്തുനബി സദസ്സ് കണ്ട് സന്തോഷിക്കുന്ന ഒരു നല്ല അവസ്ഥ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൊത്തത്തിൽ അല്ലാഹുവിൻ്റെ നിഅ്മത്തുകൾക്കുള്ള ശുക്ർ പ്രകടനമാണ്, നന്ദി പ്രകടനമാണ് സത്യത്തിൽ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് ഒന്ന് നന്ദി കാണിക്കണം. കഴിഞ്ഞു ബഹുമാനപ്പെട്ട സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ, ഉമ്മുൽ മോമിനീൻ ആയിഷ ബീവി പറയാ, ആയിഷ ബീവിയുടെ അടുത്തേക്ക് അത്വാ റളിയല്ലാഹു അൻഹും ഉബൈദ് ഇബ്നു ഉമൈറും കടന്നില്ല. നല്ലൊരു സംഭവമാണ്. ആയിഷ ബീവിയുടെ അടുത്തേക്ക് അത്വാ തങ്ങളും ഉബൈദ് ഇബ്നു ഉമൈറും കടന്നു എന്നിട്ട് പറഞ്ഞു, അഖ്ബിരീനി ബിഅഅജബി മാ റഅയ്തി മിൻ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂലിൽ നിന്ന് നിങ്ങൾ കണ്ട ഏറ്റവും വലിയ അത്ഭുതം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം എന്നാണ്. ശ്രദ്ധിച്ചോളൂ, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ അത്ഭുതം ഞങ്ങൾക്ക് പറഞ്ഞു തരണം, അതിനാ വന്നത്. ഫബക്കത്ത്, അതാണ് കേട്ടതോടുകൂടെ ബീവി ആയിഷുമ്മ കരയാൻ തുടങ്ങി. എന്താ നിങ്ങൾ ഈ ചോദിച്ചത്? അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ അത്ഭുതം പറയണമെന്നോ? ഫബക്കത്ത് തഖൂൽ, അവിടുന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് കരഞ്ഞു. വഅയ്യു ശഅനിഹി ലം യകുൻ നജബാ, വഅയ്യു ശഅനിഹി ലം യകുൻ നജബാ. മുത്തുനബിയുടെ ജീവിതത്തിൽ അത്ഭുതമല്ലാത്തത് എന്താ ഉള്ളത്? നിങ്ങൾ നബിന്റെ ജീവിതത്തിൽ കണ്ട വലിയ അത്ഭുതം പറയണം എന്നാ പറഞ്ഞത്. അതിന് അത്ഭുതമല്ലാത്ത വല്ലതും ആ ജീവിതത്തിൽ വേണ്ടേ? ആ ജീവിതം മുഴുക്കേ അത്ഭുതമാണ്. ഏതായാലും നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ, ചോദിച്ചില്ലേ? ആ ചോദിച്ചത് കൊണ്ട് ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരുപാട് വിഷയങ്ങൾ, നൂറുകണക്കിന് വിഷയങ്ങളിൽ ഒന്ന് പറയട്ടെ. ഇന്നഹു അതാനി ഫീ ലൈല, ഒരു രാത്രിയിൽ ഊഴമനുസരിച്ച് എൻ്റെ അടുത്ത് കിടപ്പറ പങ്കിടേണ്ട ദിവസം എൻ്റെ അടുത്ത് വന്നു. എന്നിട്ടോ ഫദഖല മഈ ഫീ ലിഹാഫി, എൻ്റെ കൂടെ വന്ന് കിടന്നു, എൻ്റെ പുതപ്പിനുള്ളിൽ. ശരിക്കും ശ്രദ്ധിച്ചോളൂ, ഫദഖല മഈ ഫീ ലിഹാഫി, എൻ്റെ പുതപ്പിൽ എന്നോടൊപ്പം വന്ന് കിടന്നു. ഹത്താ മസ്സ ജിൽദീ, ദൂരെയല്ല, വന്നു എന്നല്ല, കിടക്കാൻ ഉദ്ദേശിച്ചു എന്നല്ല, എന്നെ കണ്ടു എന്നല്ല, ഈ എൻ്റെ അടുത്ത് വന്ന് കിടന്നു, പുതപ്പിൽ കിടന്നു, ഞാനുമായി തൊട്ടുരുമ്മി. ഹത്താ മസ്സ ജിൽദീ, ഈ ഒരു ഘട്ടത്തിലെത്തിയപ്പം അള്ളാഹുവിൻ്റെ റസൂൽ എന്നോട് ചോദിച്ചു, യാ ബിൻത അബീബക്കർ, അബൂബക്കറിൻ്റെ പൊന്നുമോളെ, ഇന്ന് നിന്റെ രാത്രിയാണ്. ഭർത്താവെന്ന നിനക്ക് തരേണ്ട രാവാണ് മോളെ ഇത്. ആയിഷ ബീവി ചുവന്ന പെൺകുട്ടിയാണ്, കാണാൻ അഴകുള്ള പെൺകുട്ടിയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഭാര്യയാണ്. എൻ്റെ പൊന്നുമോളെ, നിന്റെ രാത്രിയാണ് ഇന്ന്. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ദരീനി അത്തഅബ്ബദു ലിറബ്ബി, ദരീനി, നീ എന്നെ വിട്ടുതരുവോ? എങ്കിൽ അത്തഅബ്ബദു ലിറബ്ബി, എനിക്കെൻ്റെ റബ്ബിന് ഇബാദത്ത് ചെയ്യാലോ. ഇന്നത്തെ ഒരു രാത്രി, നിന്റെ കൂടെ പങ്കിടേണ്ട രാത്രി, നീ എൻ്റെ റബ്ബിന് വേണ്ടി നീക്കി വെക്കാൻ എന്നെ സമ്മതിക്കുമോ? ബഹുമാനപ്പെട്ട ബീവി ആയിഷ പറയാൻ, ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നി ഉഹിബ്ബു ഖുർബക യാ റസൂലല്ലാഹ്. മറ്റൊന്നുമല്ല, സാധാരണ ഒരു ഭാര്യ ഒരു ഭർത്താവിൻ്റെ ചാരത്തു നിന്ന് പ്രതീക്ഷിക്കുന്നതല്ല തങ്ങളെ സാന്നിധ്യം. അതെനിക്ക് അനുഗ്രഹമാണ് തങ്ങളെ.
തങ്ങൾ എൻ്റെ കൂടെ കിടക്കുന്നത് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. തങ്ങൾ എന്നെ കെട്ടിപ്പിടിച്ചൊന്നുറങ്ങുന്നത്, തങ്ങളെ ആ പൂമേനി എൻ്റെ ശരീരത്തോടൊന്ന് ചേർന്ന് കിടക്കുന്നത്, ഞാൻ എത്ര വലിയ ഭാഗ്യവതിയാണ്. അതുകൊണ്ട് തങ്ങളെ സാന്നിധ്യം എനിക്ക് വേണം തങ്ങളെ. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി, റബ്ബിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നൊരു രാത്രി ഹയാത്താക്കാൻ എന്നോട് ചോദിച്ചപ്പം ഞാനത് കൊടുത്തില്ലെങ്കിൽ നാളെ റബ്ബിൻ്റെ മുമ്പിൽ ആയിഷ അന്ന് സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതിക്കൂട്ടിലാകൂലേ. അപ്പോൾ ഞാൻ എൻ്റെ മുത്തുനബിക്ക് സമ്മതം കൊടുത്തു, എൻ്റെ പ്രിയപ്പെട്ട ഹബീബിന് ഞാൻ സമ്മതം കൊടുത്തു. അങ്ങനെ നല്ല തണുപ്പുള്ള രാത്രിയാണ്. വെള്ളത്തിന്റെ തോൽപാത്രമുണ്ട് അവിടെ, ഒരു തോൽപാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതെടുത്തു. തണുപ്പാന്ന് കരുതിയിട്ട് ഒന്ന് തൊട്ടു നനച്ചതല്ല, മറിച്ച് നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് തന്നെ നല്ലപോലെ ഒലിപ്പിച്ച് അവയവങ്ങളൊക്കെ കഴുകി ഉളുവെടുത്തു. സുമ്മഖാമ യുസല്ലി, എന്നിട്ടങ്ങ് നിസ്കരിക്കാൻ തുടങ്ങി. നിസ്കരിക്കുമ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. നിസ്കരിക്കുമ്പോൾ മുത്തുനബി നീണ്ട നിസ്കാരമാണ്. അങ്ങനെ ഓതുന്ന സമയത്ത് നിന്നുകൊണ്ട് നിസ്കരിക്കുകയാണ്. അങ്ങനെ കരഞ്ഞ് ആരാണിത്? ഒരു തെറ്റും ജീവിതത്തിൽ ചിന്തിക്കുക പോലും തങ്ങളാണ്. അവിടത്തെ കണ്ണുനീരുകള് ധാരധാരയായി അവിടുത്തെ നെഞ്ചിലേക്ക് ഇങ്ങനെ ഒലിച്ചൊലിച്ച് വീഴുന്നുണ്ട്. അങ്ങനെ ഖിയാമിൽ മുഴുവനും കരച്ചിലാണ്. പിന്നെ റുക്കൂ ചെയ്തു. സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി എന്ന് പറയുമ്പം ഫബക, സുജൂദിലും കരയുകയാണ്. സുമ്മ സജദ, പിന്നെ സുജൂദിൽ കിടക്കുമ്പോൾ അടങ്ങുന്നു കരുതി. ഫബക, അപ്പോഴും കരയുകയാണ്. സുമ്മ റഫഅ റഅസഹു ഫബക, പിന്നെ തല പൊക്കി. സുലുള്ള ഇരുത്തത്തിലും കരച്ചിൽ തന്നെയാണ്. സുമ്മ സജദ ഫബക, പിന്നെ സുജൂദ് ചെയ്തു, പിന്നെയും കരച്ചിലാണ്. അങ്ങനെ കരഞ്ഞ് ഫലം യസൽ കദാലിക ഹത്താ ജാഅ ബിലാൽ, പള്ളിയിൽ വന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു തഹജ്ജുദിന്റെ ബാങ്ക് വിളിക്കാൻ വേണ്ടി ബിലാൽ പള്ളിയിലെത്തിയപ്പോഴേക്ക് അതുവരെ എൻ്റെ ഹബീബ് നിസ്കരിച്ചു. കാരണം മദീന പള്ളിയോട് ചേർന്നല്ലേ ആയിഷ ബീവിയുടെ വീട്. ആ ആയിഷ ബീവിയുടെ വീട്ടിലല്ലേ ഇന്നും ഈ മുത്ത് ഇപ്പോഴും കിടക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ണിൽ കാണട്ടെ, പച്ചക്കുബ്ബ മണ്ണ് കണ്ണിൽ തെളിയട്ടെ. നിങ്ങളുടെ കണ്ണുകളിൽ പച്ചക്കുബ്ബ വന്ന് നിൽക്കണം. ആ പച്ചക്കുബ്ബയുടെ ചുവട്ടിലാണ് അന്നാ നിസ്കാരം നിർവഹിക്കുന്നത്. സഹോദരങ്ങളെ, സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി ഒരു റക്അത്ത് പോലും നിസ്കരിച്ചിട്ട് അല്ലാ സലാമത്താക്കി തരണേ എന്ന് പറഞ്ഞിട്ടില്ല. ആ പ്രഭാഷണം നാളെയാ വരുന്നത്. നരകഭയത്താൽ ഉള്ളൊരുകുന്ന അടിമ നാളെയാ വരുന്നത്. നിസ്കരിച്ചാൽ പോരാ, നോമ്പുവറ്റാ പോരാ, ഖുർആൻ ഓതിയാ പോരാ, ഇതിലൊക്കെ സജീവാവണം. അതിൻ്റെ ഒക്കെ പുറമെ ദുആ ആണ് ഏറ്റവും വലിയ ആയുധം. റബ്ബേ സലാമത്താക്കണേ. ഇൻഷാ അല്ലാഹ് ഏറ്റവും ഹൃദ്യമായൊരു പ്രഭാഷണമാണ് നാളെ നടത്താൻ പോകുന്നത്. നിങ്ങൾ നേരത്തെ എത്തണം എന്നെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഉണർത്തുന്നു. ഇന്ന് പറഞ്ഞതും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുക. സുബഹിയുടെ മുമ്പ് എഴുന്നേറ്റിട്ട് ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ, ഏറ്റവും ചുരുങ്ങിയത് നേരത്തെ പറഞ്ഞതുപോലെ മഗ്രിബിൻ്റെയും ഇശാഇൻ്റെയും ഒക്കെ റവാത്തിബ് സുന്നത്തും വിത്റും ഒക്കെ കൃത്യമായി നിസ്കരിക്കാനുള്ളൊരു തീരുമാനം ഇതൊക്കെ എടുത്താൽ ഞാനും നിങ്ങളും ഈ പ്രഭാഷണം കൊണ്ട് വിജയിക്കും. ഈ പ്രഭാഷണത്തിന് അർത്ഥമുണ്ടായി, ഈ പ്രഭാഷണം ഫലപ്പെട്ടു എന്ന് നമുക്ക് പറയാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കൂട്ടത്തിലൊരൊറ്റ കാര്യം നിങ്ങളെ ഉണർത്തുന്നു. എൻ്റെ ഒരു ശിഷ്യനും കൂടെയായ അരീക്കോട് മജ്മഅയിലെ വിദ്യാർത്ഥി, ഇപ്പോൾ അവിടുത്തെ മുദരിസ് സൈനുദ്ദീൻ സഖാഫി സിദ്ദീഖി, ആലപ്പുഴക്കാരനാണ്, മണ്ണഞ്ചേരിക്കാരൻ. അദ്ദേഹം അതിൽ മഹയിൽ വരുന്ന സക്കാത്തുകൾ എങ്ങനെ കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, ഇങ്ങനെ തുടങ്ങി കാലാവധി, എപ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, ആഭരണത്തിന് സക്കാത്ത് ഉണ്ടോ, ഇങ്ങനെ മുൻകൂട്ടി വാങ്ങിയ സാലറി, വാടക, അതിനൊക്കെ സക്കാത്തുണ്ടോ, ഇത്തരത്തിലുള്ള ഒരുപാട് ചർച്ചകൾ വരുന്ന ഒരു പുസ്തകം, കനപ്പെട്ട പുസ്തകമാണ്. ഇത് 250 രൂപയാണ് ഇതിന് വില. കാരണം അതിന് 250 അല്ല 2500 കൊടുത്താലും ഇതിൻ്റെ ത്യാഗം
അത് ആലിമിയങ്ങൾക്ക് ശരിക്കും അറിയും ഇത് തയ്യാറാക്കാൻ കഷ്ടപ്പെട്ടുണ്ടാകുക എത്രയാണോ. ഇതുപോലത്തെ ഒരു സാധനം മുമ്പിൽ വെച്ച് എഴുതാൻ പറ്റിയതല്ലത്. അത്രയും ഉത്തമ ഗ്രന്ഥമാണ്. അപ്പോൾ 250 റുപ്യ വില ഈ സദസ്സിൽ 200 റുപ്യക്ക് തരും. ഇന്ന് മാത്രമല്ല, നാളെയും മറ്റന്നാളൊക്കെ ഉണ്ടാവും. ഇവിടെ സദസ്സിൽ നമ്മൾ ഒരു വിൽപ്പനയും അനുവദിക്കൂല. അത് എൻ്റെ ശിഷ്യനായി എന്നതുകൊണ്ട്, എൻ്റെ കുട്ടിയായി, എൻ്റെ സ്ഥാപനത്തിലുള്ള മുദരിസാണ് ഇപ്പോൾ നിലവിലുള്ള എന്നതുകൊണ്ട് മാത്രം അനുവദിക്കുന്നില്ല. പുറത്ത് ഗേറ്റിൻ്റെ അടുത്ത് കുട്ടികളുണ്ടാവും. നിങ്ങൾ അവരോട് 200 രൂപ കൊടുത്ത് വാങ്ങണം. ഇന്ന് കിട്ടാത്തവർ നാളെ വാങ്ങണം, നാളെ കിട്ടാത്തവർ മറ്റന്നാൾ വാങ്ങണം. ഞാൻ അഭ്യർത്ഥിക്കുന്നു, ഒരു കോപ്പി 200 രൂപ കൊടുത്ത് സ്വന്തമാക്കിയാൽ സക്കാത്ത് സംബന്ധമായി എത്ര വിളിയാണ്. റമദാൻ മാസമൊക്കെ വരുമ്പം വിളിക്കലാണ്. റമദാനിലാണോ സക്കാത്ത് കൊടുക്കേണ്ടത് വേറെ ചർച്ച, അതും തീരുണ്ട്. അപ്പോൾ ഈ സംശയങ്ങളൊക്കെ തീരാൻ പറ്റുന്ന നല്ല ഒരു ഗ്രന്ഥമാണ് എന്ന് പ്രത്യേകം ഉണർത്തുന്നു. അൽഹംദുലില്ലാ. ഒന്ന് ഇപ്പോൾ തന്നെ ഇവിടെ കൊടുക്കുകയാണ്. അതെ, അൽഹംദുലില്ലാ. ഇതിക്ക് തന്നെ ഇത് സംഭാവനയായിട്ട് തന്നിരിക്കുകയാണ് 500 രൂപ. അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കട്ടോ. കാരണം ആ കുട്ടി ഇതെഴുതി ആരും ഇതിൻ്റെ ചിലവ് ഏറ്റെടുത്തിട്ടില്ല. ഇൽമിനോടുള്ള ദാഹം കൊണ്ട് എഴുതി. അലി അബ്ദുൽ സാഹിബ് ആ കുട്ടി സ്വന്തമാണ് ഇതിൻ്റെ ചിലവ് വഹിച്ച്. 1000 കടത്തിലാണ് ഇതിൻ്റെ പ്രിൻറ്റിങ് കഴിഞ്ഞപ്പോഴേക്ക്. പാവപ്പെട്ട ഒരു കുട്ടിയാണ്. അപ്പോൾ ഒരു സഹായമാകും, നിങ്ങൾ ചെയ്യണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. പോകുന്ന വഴിയിൽ നിങ്ങൾ അത് ചെയ്യണം. പിന്നെ പ്രഭാഷണത്തിൽ സാധാരണ ചോദ്യോത്തരം നൽകുന്നൊരു രീതിയുണ്ട്. അപ്പോൾ ഇവിടെ പ്രതിപാദിക്കപ്പെട്ട ചോദ്യങ്ങൾ നൽകുന്നവരിൽ നിന്നും 10 പേർക്ക്, ആദ്യത്തെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആദ്യത്തെ 10 പേർക്ക് ആകർഷകമായ വിലപ്പെട്ട സമ്മാനങ്ങൾ ഉണ്ടാകും എന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ മിനിയാന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഒറ്റവാക്കിൽ ഉത്തരം വരാവുന്ന ചില കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചു പോയത് നിങ്ങൾ ഒരു പക്ഷേ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി നോട്ട് ചെയ്യണം വരുന്ന ഭാഗങ്ങളും കൂടെ. കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഒരു കുട്ടിയുണ്ടാവാൻ വേണ്ടി നേർച്ചയാക്കി സംഭാവന നൽകി ദുആ ചെയ്യിപ്പിച്ചു. ദുആ ചെയ്തു. ആ കുട്ടി പ്രസവിച്ചു. 1 മാസമായി. കണക്കാ അല്ലേ? കഴിഞ്ഞ പ്രഭാഷണത്തിലാണ്. ഇപ്പം പ്രസവിച്ചു 1 മാസമായി. കണക്കായിട്ട് ഇജാബത്ത് കിട്ടിയിരിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ കുട്ടിക്ക് ഉമ്മക്കും ബറക്കത്ത് നൽകട്ടെ. ആ മാതാപിതാക്കൾക്ക് അള്ളാഹു സന്തോഷം നൽകട്ടെ. ആ മാതാപിതാക്കൾക്ക് അള്ളാഹു തആല എല്ലാവിധ ഖൈറും ബറക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. എല്ലാവർക്കും വേണ്ടിയും ദ്വാരക്കുന്നു. പെട്ടെന്ന് ചെറിയ ദുആ ഉണ്ടാവാറുള്ളൂ. അതിലെല്ലാവരും ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റഹ്മുർ-റഹീമായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും നീ സ്വാലിഹായ അമലാക്കി കബൂലാക്കണേ അല്ലാ. മുത്തുനബിയോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കണേ അല്ലാ. മുത്തുനബിക്ക് ഞങ്ങൾ ചെയ്യുന്നത് കണ്ട് സന്തോഷിക്കാനുള്ള അവസരം ഞങ്ങളിൽ നീ നൽകണേ അല്ലാ. വേദനിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കല്ല റഹ്മാനെ. മുത്തുനബിയുടെ മുഖം കറുപ്പിക്കുന്ന ഒരു പണിയും ചെയ്യാതെ ഞങ്ങളെ നീ കാത്തു സൂക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ ജീവിതത്തിൽ വന്ന അപാകതകളൊക്കെ നീ പൊരുത്തപ്പെടണേ അല്ലാ. അള്ളാഹുവെ നീ പൊരുത്തപ്പെട്ടു തരണേ അല്ലാ. ചെറുതും വലുതും രഹസ്യവും പരസ്യവും നീ പൊരുത്തപ്പെട്ടു തരണേ അല്ലാ. പടച്ചവനെ അർഹമുർ-റഹീമായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ നിന്നിലേക്കുയർത്തിയ കരങ്ങളെ നീ ഹായിബാക്കി മാറ്റല്ല അല്ലാ. നീ ഹായിബാക്കി തട്ടിക്കളയല്ല അല്ലാ. നീ ഹായിബാക്കി തട്ടിക്കളയല്ല അല്ലാ. അള്ളാഹുവെ നീ ഹായിബാക്കി തട്ടിക്കളയല്ല അല്ലാ. നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് ആളുകൾ, ഒരു സഹോദരൻ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ മാനസിക അസ്വസ്ഥത കൊണ്ട് വല്ലാതെ വിഷമിക്കുന്നു. മക്കളെ അദ്ദേഹത്തെ ഒന്നും പരിപാലിക്കാൻ കഴിയുന്നില്ല, റൂമിലിട്ട് അടച്ചിരിക്കുകയാണെന്ന് പോലും പറഞ്ഞു. വലിയ വിഷമത്തിലാണ്. ദുആ ചെയ്യാൻ 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു, ഞാൻ വിട്ടുപോയി. പടച്ചോനെ, ഈ സദസ്സിൽ കഴിഞ്ഞ കൊല്ലവും അയാൾ ദുആ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവെ, അടുത്ത കൊല്ലം ഇങ്ങനെ ദ്വാരക്കണമെന്ന് പറഞ്ഞ് കണ്ണീരൊലിപ്പിക്കുന്ന ഒരവസ്ഥ നീ ഉണ്ടാക്കല്ല റഹ്മാനെ. ഇക്കൊല്ലം നീ സുഖപ്പെടുത്തണേ റഹ്മാനെ. ഖുർആന്റെ ബർക്കത്ത് കൊണ്ട് ആ സഹോദരന്റെ ഭാര്യയുടെ അസുഖം നീ സുഖപ്പെടുത്തണേ അല്ലാ. നീ സുഖപ്പെടുത്തണേ അല്ലാ. നീ സുഖപ്പെടുത്തണേ അല്ലാ. കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാൻസർ ബാധിച്ച കുട്ടിക്ക് നീ രോഗശമനം നൽകണേ അല്ലാ. നീ ശമനം നൽകണേ അല്ലാ. മരിച്ചുപോയ മേക്കാട്ട് റഹ്മത്തുള്ള എരഞ്ഞിമാവ് ഇസുദ്ദീൻ എന്നവരുടെ പരലോക ഗുണം
ഗുണത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ, നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. ശരീരത്തിലെ വേദന, ഷുഗർ എന്നിവ സുഖപ്പെടുത്തണേ അല്ലാ, എന്നിവ സുഖപ്പെടുത്തണേ അല്ലാ. സാലിഹായി ജീവിക്കാനും അതുപോലെ തന്നെ ഭാര്യയുടെ അസുഖങ്ങൾ സുഖപ്പെടാനും ഒക്കെ ദുആ ചെയ്യാൻ പറഞ്ഞവർ അവർക്കൊക്കെയും നീ സ്വലാഹിയത്തിനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. റബ്ബേ ഭാര്യയുടെ അസുഖം നീ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാ. അതുപോലെ മുട്ടുവേദന, തലവേദന, നെഞ്ചുവേദന, ഇങ്ങനെയൊക്കെ പലതുകൊണ്ടും വിഷമിക്കുന്നവർ അവരുടെയൊക്കെ അസുഖങ്ങൾ സുഖപ്പെടുത്തണേ അല്ലാ. റഹ്മാനായ റബ്ബേ പറമ്പിൻ്റെ പ്രശ്നം തീരാൻ, മക്കൾ സാലിഹ്യങ്ങളാവാൻ എല്ലാം ഖൈറിലാക്കി കൊടുക്കണേ അല്ലാ. വളരെ ദയനീയാവസ്ഥയിൽ കിടക്കുന്ന അമ്മായി റബ്ബേ നീ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാ. മക്കൾ നന്നാവാനും മക്കളുടെ വിഷമം തീരാനും റബ്ബേ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും അവരെയും അവരെ മക്കളെയും ഒക്കെ നീ നന്നാക്കി തരണേ അല്ലാ. വിഷമങ്ങൾ അകറ്റണേ അല്ലാ. ഈമാൻ കിട്ടി മരിക്കണമെന്ന് പറഞ്ഞവർ റബ്ബേ ഞങ്ങൾക്കൊക്കെ നീ ഈമാൻ നൽകണേ അല്ലാ. ശരീരത്തിലെ വേദന, ഗ്യാസിൻ്റെ അസുഖം, അതുപോലെ തന്നെ കുട്ടിയുണ്ടാവാൻ, മരിച്ചുപോയ മാതാപിതാക്കളുടെ പരലോകം, മരിച്ചുപോയ മകളുടെ പരലോക ഗുണം റബ്ബേ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഇതുവരെയുള്ള എല്ലാ ദിവസങ്ങളിലെയും ശ്രോതാവായ വെസ്റ്റ് കൊടിയത്തൂരിലെ ഒരു സഹോദരൻ്റെ രോഗങ്ങൾ അല്ലാഹുവേ നീ പൂർണ്ണ ശിഫ നൽകണേ അല്ലാ. അതുപോലെ തന്നെ ആയിഷ ഹജ്ജുമ്മയുടെ രോഗം നീ സുഖപ്പെടുത്തണേ അല്ലാ. കടബാധ്യതകൾ കൊണ്ട് വിഷമിക്കുന്നവർ കോടികൾ കിട്ടാനുണ്ട്, കോടികൾ കൊടുക്കാനുമുണ്ട്. കിട്ടാനുള്ളത് കിട്ടിയാൽ കൊടുക്കാനുള്ളവർക്ക് കൊടുത്ത് മാനം രക്ഷിക്കായിരുന്നു എന്ന് കരുതുന്നവർ ഇന്നലെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ ഇന്നും പറഞ്ഞേൽപ്പിച്ചവരുണ്ട് പലരും. അല്ലാഹുവേ നീ അവരുടെ കടങ്ങൾ വീട്ടി കൊടുക്കണേ അല്ലാ, അവരുടെ കടങ്ങൾ വീട്ടി കൊടുക്കണേ അല്ലാ, വീട്ടി കൊടുക്കണേ അല്ലാ. ഭർത്താവിന് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ അല്ലാഹുവേ എല്ലാവരുടെയും വിഷയങ്ങളാണ്. ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൽ ഞങ്ങൾക്ക് നീ സന്തോഷം നൽകണേ അല്ലാ. അതുപോലെ ഈ 3 ദിവസങ്ങളിൽ ഞങ്ങളോടൊപ്പം നിറഞ്ഞു നിന്ന അവരുടെ ജോലി തിരക്കിനിടയിലും ഈ സദസ്സിനെ ശ്രദ്ധിക്കുകയും അതിനോട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ഇടയ്ക്കിടെ വോയിസിൽ വന്ന് എന്നോട് തന്നെ നേരിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് പ്രവാസി സഹോദരങ്ങളുണ്ട്. പടച്ചവനെ അവർക്കൊക്കെ ഓൺലൈൻ ശ്രോതാക്കൾ, പ്രവാസികളും നാട്ടിലുള്ളവരും എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണേ അല്ലാ, സന്തോഷം ചൊരിയണേ അല്ലാ. ഈ സദസ്സിൽ വന്ന ഒരാളെയും ഹായിബാക്കല്ല അല്ലാ. കഴിഞ്ഞ കൊല്ലം ഒരു ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ടോ എന്ന് സംശയിക്കുന്ന ഒരാൾക്ക് വേണ്ടി, സജീവ പ്രവർത്തകന് വേണ്ടി നമ്മൾ മനസ്സ് പൊട്ടി ദുആ ചെയ്തിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് അസുഖം പരിപൂർണമായി ശിഫയായിരിക്കുന്നു. അല്ലാഹുവേ ഇനി ആ രോഗം നീ തിരിച്ചു വരുത്തല്ല അല്ലാ, ഇനി ആ രോഗം നീ തിരിച്ചു വരുത്തരുത് അല്ലാ. പടച്ചവനെ ഞങ്ങളെ സ്നേഹിക്കുന്നവരെ, ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും നീ പരീക്ഷിക്കല്ല അല്ലാ. സഹിക്കാൻ കഴിയാത്ത രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കരുത് റഹ്മാനെ. അതുപോലെ തന്നെ ഒരു പ്രവർത്തകൻ ഭാര്യയുടെ സുഖപ്രസവത്തിന് വേണ്ടി, ഇതൊക്കെ വലിയ സംഭാവനകളുമുണ്ട്. ഇതൊക്കെ ഇവിടെ വായിച്ചാൽ നമ്മുടെ സ്ഥിരം ശൈലി തെറ്റും, അതോടൊപ്പം മറ്റുള്ളവർക്ക് വിഷമാകുമെന്ന് കരുതിയിട്ടാണ്. അള്ളാഹു സുഖപ്രസവം പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ 10 കൊല്ലവും സദസ്സിൽ പങ്കെടുത്ത് മരണപ്പെട്ടു പോയ അബൂബക്കറിൻ്റെ പേര് പരലോക ഗുണത്തിന് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് UK അബൂബക്കർ. അല്ലാഹു തആല എല്ലാ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. റബ്ബെ വാൾവിന് അസുഖമുള്ളവരുടെ അസുഖങ്ങൾ നീ സുഖപ്പെടുത്തണേ അല്ലാ. കീലത്ത് മാഷറുടെ ഭാര്യയുടെ മാതാവിന് വേണ്ടി, മണപ്പള്ളി ഇമ്പിച്ചി മോയിൻ ഹാജിയുടെ പരലോക ഗുണം എല്ലാം നീ റാഹത്തിനും സന്തോഷത്തിനും ആക്കണേ അല്ലാ. പടച്ചോനെ ഈ ഒഴിഞ്ഞ മൈതാനത്തു നിന്ന് നിന്റെ ഖുർആൻ ഓതി പടച്ചവനെ നിന്നെ മാത്രം ഓർത്തുകൊണ്ട് ഈ 2 മണിക്കൂർ വിശുദ്ധാണ്. ഞങ്ങളെ മനസ്സിലൊരു വേണ്ടാത്ത ചിന്തയും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഈ ചെയ്തത് നല്ല പണിയാണ്, ഞങ്ങൾക്കറിയാം, നിനക്ക് ഞങ്ങളെക്കാൾ അറിയാം. റബ്ബെ ഈ അമല് മുമ്പിൽ വെച്ച് ഈ തണുപ്പത്ത് ഈ ഗ്രൗണ്ടിൽ വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാർ, അല്ലാ ഞങ്ങളെ കയ്യിൽ മുത്തുനബി നിസ്കരിച്ചതുപോലെയുള്ള നിസ്കാരമില്ല, റാബിയത്തുൽ അദവിയ്യ തങ്ങളുടെ നിസ്കാരമില്ല, എന്തിനും ഹഫ്സ ബിൻതു സീരീൻ്റെ നിസ്കാരമില്ല, മുഹമ്മദ് ബിനു സീരീൻ്റെ കൂട്ടത്തിലല്ല. റബ്ബേ ഞങ്ങൾ ഇവിടെ ഖുർആൻ വ്യാഖ്യാനിക്കുമ്പം അതിന് പിന്തുണയായിട്ട് ഞങ്ങൾ